വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് റിവൈൻഡ് ബൈ ട്രിപ്പോവ. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഔട്ട്ലുക്ക് റെസ്പോൺസിബിൾ ടൂറിസം അവാർഡ് ജേതാവായിട്ടുള്ള ടൂറിസം ആൻഡ് ട്രാവൽ ഓൺട്രപ്രീനർഷിപ്പ് ട്രെയിനർ ആയിട്ടുള്ള അതിലുപരി നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരനായിട്ടുള്ള മിസ്റ്റർ ഷിഹാദ് ആണ്. വെൽക്കം ടു റിവൈൻഡ് ബൈ ട്രിപ്പോവ. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മുടെ സ്വന്തം കണ്ണൂർക്കാരനാണ് ഇന്ന് നമ്മുടെ കൂടെ. കണ്ണൂരിൻ്റെ ഒരു ബഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിലുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. അപ്പോൾ എന്താണ്, വാട്ട് ആർ യു ഫീലിംഗ് ടുഡേ? നമ്മളിപ്പോൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഭയങ്കര അഭിമാനം തോന്നി. കാരണം എനിക്കൊന്ന് ഇങ്ങനൊരു ഇൻട്രൊഡക്ഷനിൽ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അവാർഡ് വാങ്ങുന്നത് കഴിഞ്ഞ മാസമാണ്. അപ്പോൾ അതിലെല്ലാം ഉപരി കണ്ണൂരിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള സവിശേഷതകളാണ്, അല്ലെങ്കിൽ നാട്ടിലുള്ള പ്രത്യേകതകളും സവിശേഷതകളുമാണ് എന്നെ ഒരു പക്ഷേ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഇരുത്തുന്നത്. ഒന്നും നമ്മളായിട്ട് ഒറ്റക്ക് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളല്ല. അതൊക്കെയും നമ്മുടെ നാട്ടിൻ്റെ, നാട്ടുകാരുടെ, നാട്ടിലെ സംസ്കാരങ്ങളുടെ ഭാഗമായി, വൈവിധ്യങ്ങളിലൊക്കെ ഭാഗമായുള്ള സംഗതികൾ നമ്മൾ എടുക്കുന്നു. അതിനെ നമ്മൾ ആദ്യം അറിയുന്നു, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കുന്നു. അതിന് മറ്റുള്ളവരിലേക്ക് എങ്ങനെ അവർക്കും കൂടി എൻഗേജ് ചെയ്യാൻ പറ്റും, അവർക്കും കൂടി ഇതെങ്ങനെ അനുഭവിക്കാൻ പറ്റും എന്നുള്ള അന്വേഷണങ്ങൾ, ആ ഒരു പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിൽ ദേശീയ തലത്തിൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു അംഗീകാരം നേടിയെടുക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുന്നത്. സിറ്റി ഹെറിറ്റേജിൻ്റെ ഫൗണ്ടർ ആണല്ലോ. അപ്പം നമ്മൾ പൊതുവേ കേട്ട് വരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു പേരെന്ന് പറയുന്നത് സിറ്റി ടൂർസ് അല്ലെങ്കിൽ സിറ്റി ട്രാവൽസ് അങ്ങനെയൊക്കെയാണ്. അതിൽ തന്നെ നേരെ സിറ്റി ഹെറിറ്റേജ് എന്നൊരു പേര് അല്ലേ, അതും ആൾക്കാരിലേക്ക് സുപരിചിതമല്ലാത്തൊരു പേര്, അത് തിരഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഹെറിറ്റേജ് ഒരു കൾച്ചറലി നമുക്ക് ടൂറിസം എത്തിക്കണം എന്ന് ചിന്തയിലേക്ക് മാറാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഇതങ്ങനെ ഭയങ്കരം തീരുമാനിച്ച് ഉറപ്പിച്ച് അങ്ങനെ ഇതിലേക്ക് ഇറങ്ങുന്ന ഒരു സിറ്റുവേഷനിലൊക്കെ വരുന്നത് പിന്നീടാണെങ്കിലും ബ്രോഡർ ലെവലിൽ കണ്ണൂർ എന്ന് നമ്മൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, ഞാൻ ഡൽഹിയിലുള്ള സമയത്ത് പഠിക്കുന്ന സമയത്തായാലും ജോലി ചെയ്യുന്ന സമയത്തായാലും നമ്മൾ ആളുകളോടൊക്കെ പറയും ഭയങ്കര അഭിമാനത്തോടെ നമ്മൾ കണ്ണൂരിൽ നിന്നാണ്, നമുക്ക് കണ്ണൂരിൽ ഭയങ്കര നല്ല ഭക്ഷണമാണ്, ഭയങ്കര ആതിഥ്യമാണ്, ഭയങ്കര ഹോസ്പിറ്റാലിറ്റി, വാമാണ് മനുഷ്യന്മാർ എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അവർ നമ്മളെ മുമ്പിൽ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത്ഭുതപ്പെടും. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പൊളിറ്റിക്കൽ സവിശേഷത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കുറേ ആൻസറുകളാണ് ഗൂഗിൾ തരിക. ഇപ്പോൾ ഈ ഗൂഗിളിൻ്റെ റിസൾട്ട് മാറ്റുക എന്നുള്ളതല്ല, മൊത്തം ആളുകളുടെ പെർസെപ്ഷൻ കണ്ണൂരാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നോട്ടായിരിക്കും അല്ലേ. അത് എല്ലാവർക്കും അനുഭവം ഉണ്ട്, എനിക്ക് മാത്രമൊന്നുമല്ല. കേരളത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ കണ്ണൂരിൻ്റെ പുറത്ത് പോയാൽ തന്നെ മതി, കേരളത്തിന് പുറത്ത് പോകണമെന്നൊന്നുമില്ല. കണ്ണൂരിൻ്റെ പുറത്ത് പോയിട്ട് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ അവർ അങ്ങനെയുള്ള ജോലി ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ഹോസ്റ്റലിലൊക്കെ പോയി നിൽക്കുന്ന കണ്ണൂരാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇത് അന്ന് കൂടുതലായിരുന്നു. ഇന്ന് എത്രത്തോളം ഉണ്ടെന്ന് എനിക്കറിയില്ല, ഇന്നത്തെ ജനറേഷനോട് ചോദിച്ചാൽ അറിയാം. അപ്പോൾ അതൊരു ഭയങ്കര പ്രയാസമായിരുന്നു. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു നല്ല ആംഗിളുകൾ കുറേയൊക്കെ ഓൺലൈനിൽ പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ആഗ്രഹമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അതൊരു ഹെറിറ്റേജിലേക്കൊക്കെ വരുന്നത് കുറേ കഴിഞ്ഞിട്ടാണ്. നമ്മളൊരു ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇതിലേക്ക് തന്നെ ഇറങ്ങുമ്പോഴാണ് അത് ഹെറിറ്റേജ് എന്നുള്ളൊരു പേരൊക്കെ അല്ലെങ്കിൽ ആ ഒരു ഐഡിയയിലേക്ക് വരുന്നത്. പക്ഷേ കണ്ണൂർ ആദ്യമേ ഈ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ 2013-14 സമയത്ത് നമ്മൾ എഴുതുന്നതും ഒക്കെ കണ്ണൂരിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും കണ്ണൂരിൻ്റെ നല്ല വശങ്ങളെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ടും അതിനെ പ്രചരിപ്പിക്കാനും ഒക്കെ വേണ്ടി ബ്ലോഗിങ് ആയിരുന്നു, അല്ലെങ്കിൽ ഫേസ്ബുക്കിലായാലും എല്ലാം അങ്ങനെ. പിന്നെ ഈ സ്വന്തമായൊരു സംരംഭം തുടങ്ങണം, അപ്പോൾ അതിൽ എന്തിൽ ഫോക്കസ് ചെയ്യും എന്നൊക്കെ ആലോചിച്ചപ്പോൾ ഹെറിറ്റേജിന് രണ്ട് വശമുണ്ടെന്ന് മനസ്സിലായി. ഒന്ന് ഹെറിറ്റേജ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങുകൾ. ഇടയിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം. നമ്മൾ പൊതുവേ കേട്ട് വരുന്നത് കൾച്ചറൽ എന്ന വാക്കാണ്, പക്ഷേ എന്താണ് ഹെറിറ്റേജ് എന്ന വാക്കിനെ? ഈ ഹെറിറ്റേജ് എന്ന് പറയുന്നത് ഒരു വാക്കാണെങ്കിലും അതിന് രണ്ട് ഡെഫിനിഷൻ ഉണ്ട്. ഹെറിറ്റേജ് ഒറ്റ വാക്കാണ്, ശരിയാണ്, പക്ഷെ അതിന് രണ്ട് തരം മീനിങ്ങുകൾ നമുക്കതിന് കൊടുക്കാം. അതായത് ഹെറിറ്റേജ് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇത് മനുഷ്യന്മാരുടെ നമ്മളെ ഇടപെടൽ കൊണ്ടുണ്ടാകുന്ന തന്നെ രണ്ടുണ്ട്. ഒന്ന് ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ്, ഒന്ന് ടാഞ്ചിബിൾ ഹെറിറ്റേജ്. ഇനി മനുഷ്യന്മാർക്ക് യാതൊരു നമുക്കൊന്നും ഒരു റോളും ഇല്ലാത്ത ഹെറിറ്റേജാണ് നാച്ചുറൽ ഹെറിറ്റേജ്. അത് ഓൾറെഡി ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ നമ്മൾ പറയുന്ന മനുഷ്യരുണ്ടാക്കുന്ന, അത് ബിൽഡിംഗ് ആയിക്കോട്ടെ, അതല്ലെങ്കിൽ മെറ്റീരിയൽ ആയിക്കോട്ടെ, മരം കൊണ്ടോ കല്ലുകൊണ്ടോ ഇരുമ്പ് കൊണ്ടോ എന്തുകൊണ്ടുണ്ടായാലും മണ്ണുകൊണ്ടുണ്ടാക്കിയാലും അതിനൊക്കെ നമ്മൾ പറയാൻ ഒബ്ജക്റ്റീവായിട്ട് പറയാൻ അത് ടാഞ്ചിബിൾ ഹെറിറ്റേജാണ്. നമുക്ക് തൊട്ട് നോക്കാൻ പറ്റുന്ന
പിന്നെ ഹെറിറ്റേജാണ്. അപ്പോൾ ഇനി അങ്ങനെയല്ല, തൊട്ട് നോക്കാൻ പറ്റാത്ത ഹെറിറ്റേജുകളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഐഡിയകൾ. ഇപ്പോൾ സംഗീതം, അതുപോലെ തന്നെ നൃത്തം, ഡാൻസ്, അല്ലെങ്കിൽ പിന്നെ അളവുകോലുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആചാരങ്ങൾ, അപ്പോൾ അനുഷ്ഠാനങ്ങൾ, ഇതൊക്കെ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആണ്. അതെന്താണ് ഇൻടാഞ്ചിബിൾ? ഇതാരും ഒന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് മറ്റൊരാളുടെ ഹൃദയത്തിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പോൾ ഐഡിയകൾ, സ്കില്ലുകളായിക്കോട്ടെ, ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതുപോലെ തന്നെ നല്ല റെസിപ്പീസ്, അല്ലേ? കാരണം നമ്മളിപ്പോൾ 100 വർഷം പഴക്കമുള്ള റെസിപ്പിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് അതിൻ്റെ അർത്ഥം 100 വർഷം മുമ്പ് അവരെന്തൊക്കെ കൂട്ടാണോ അതിൽ കൂട്ടിയിരിക്കുന്നത്, അത് നമ്മൾ ഇന്നും അതേപോലെ പിന്നെ ഭക്ഷണം പാകം ചെയ്താൽ അതൊരു 100 വർഷം പഴക്കമുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ ടാഞ്ചിബിളും ഇൻടാഞ്ചിബിളും ആയിട്ടുള്ള ഹെറിറ്റേജുകളെ കംപ്ലീറ്റ്ലി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളുടെ ഒരു പ്ലാറ്റ്ഫോം മുമ്പോട്ട് പോകാൻ നമ്മൾ തീരുമാനിച്ചുകൊണ്ടാണ് അതിന് ഹെറിറ്റേജ് തന്നെ നമ്മൾ ഫോക്കസ് ചെയ്ത് പേര് കൊടുത്തത്. അപ്പോൾ അതിൽ എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഞാൻ കണ്ണൂർ സിറ്റിയിലാണ്. അപ്പോൾ ഈ കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത്, കണ്ണൂർ സിറ്റിയിലായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നാട്ടിലാണ് ഇത് ആദ്യം എക്സ്പെരിമെൻ്റ് ചെയ്യുന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പോയിട്ട് പിന്നെ എൻ്റെ നാട്ടിൻ്റെ പുറത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് അവിടെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിനെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ അവിടുത്തെ കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യുന്നതിലുപരി ഞാനിത് ഇനീഷ്യലി ഫുൾ ടൈം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 2018 നമ്മൾ നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ കൾച്ചറും ഹെറിറ്റേജും തന്നെയാണ്. അവിടെയുള്ള ആ ലൊക്കേലിലുള്ള ഹെറിറ്റേജുകൾ, അവിടെയുള്ള പഴയ മോണുമെൻറ്റുകൾ, അവിടെ അടുത്തുള്ള അമ്പലങ്ങൾ, പള്ളികൾ, അതുപോലെ തന്നെ ചർച്ചുകൾ, കോട്ടകൾ, അതുപോലെ തന്നെ ഹാർബർ, അങ്ങനെ ആ പരിസരത്തുള്ള മാപ്പിള ബേ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അവിടെയുള്ള ഇൻടാഞ്ചിബിളും ടാഞ്ചിബിളും ആയിട്ടുള്ള രണ്ടും. അപ്പോൾ അതിലാണ് നമ്മൾ ഭക്ഷണങ്ങളിലേക്കൊക്കെ വരുന്നത്. അവിടുത്തെ പ്രത്യേകമായിട്ടും അവിടെയുള്ള പാചകം ചെയ്യപ്പെടുന്ന മാപ്പിള കളിനറി, അപ്പോൾ അതിലുള്ള ചില വിഭവങ്ങൾ, അങ്ങനെ അവിടുത്തെ പാനീയങ്ങൾ, അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങൾ, അവിടുത്തെ പിന്നെ ദർഗകളിലുള്ള അല്ലെങ്കിൽ അവിടുത്തെ അമ്പലങ്ങളിലുള്ള അങ്ങനെയുള്ള ആചാരങ്ങളും എത്ര നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആചാരങ്ങളാണ് അവിടെ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ എൻഗേജ് ചെയ്തുകൊണ്ടാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ എന്നുള്ള പേരിലാണ് നമ്മൾ ഇനീഷ്യലി ഇതിനെ നെയിം ചെയ്തത്. കാരണം വളരെ ലൊക്കേലായിട്ടുള്ള, വളരെ വളരെ പ്രാദേശികമായിട്ടുള്ള ഒരു ഐഡിയ ആയിട്ടാണ് അതിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ബ്രോഡർ, നമ്മുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ഭാവിയിൽ കണ്ണൂർ സിറ്റി ഹെറിറ്റേജ് ഫൗണ്ടേഷൻ്റെ മധ്യത്തിലുള്ള സിറ്റി ഹെറിറ്റേജ് ആയിരിക്കും നമ്മുടെ ബ്രാൻഡ്. കാരണം സിറ്റി എന്ന് പറയുമ്പോൾ അല്ലേ ഒരു ഗ്ലോബൽ ഐഡിയ ആണ്. ലോകത്തെല്ലായിടത്തും നഗരങ്ങളുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വളർന്നിട്ട് അങ്ങനെ വലുതൊന്നും ആയിട്ടില്ല, പക്ഷെ എന്നാലും ഒരു 11ഓളം നഗരങ്ങളിൽ, 11ഓളം ചെറിയ ചെറിയ പട്ടണങ്ങളിൽ നമ്മളിപ്പോൾ നമ്മളതായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അപ്പോൾ ഇനി അതിനെ ഒരു 100ഓളം പട്ടണങ്ങളിലേക്ക് വളർത്തുന്ന ആഗ്രഹം നമുക്കുണ്ട്. അത് ഇന്ത്യക്കകത്ത് തന്നെ സാധ്യമാണ്. ഇനി അതിനുശേഷം നമുക്ക് പറ്റുവാണെങ്കിൽ ഇതിനെ വീണ്ടും ലോകത്തിലുള്ള മറ്റനേകം പട്ടണങ്ങളിലേക്ക് വളർത്തണം എന്നുള്ള ഒരാഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ആ ആഗ്രഹത്തിനൊത്തുള്ള ടീമും അതുപോലെ തന്നെ സാഹചര്യങ്ങളൊക്കെ ഒത്തുവരികയാണെങ്കിൽ നമ്മൾ ഈ ഫിലോസഫിയെ, അതുപോലെ തന്നെ സമാനമായ ഫിലോസഫിയുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, പല ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടാവും, നമ്മൾ ഇന്ത്യൻ്റെ തന്നെ പല ഭാഗത്തുണ്ടാവും. അവരൊക്കെ ആയിട്ട് സഹകരിച്ചുകൊണ്ട് എങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മളിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പം സിറ്റിയെ കുറിച്ച് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ മാപ്പിള ബേനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് ചോദിക്കുകയാണ്, കൊളോണിയലിസം നിലനിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു അല്ലേ? അപ്പം കണ്ണൂരിൻ്റെ കൊളോണിയലിസം, അല്ലെങ്കിൽ കണ്ണൂരിൽ ഉണ്ടായിരുന്ന കൊളോണിയലിസത്തിനെ പറ്റിയിട്ട് ഒരു പ്രീ കൊളോണിയലിസം, കൊളോണിയലിസം ആൻഡ് പോസ്റ്റ് കൊളോണിയലിസമിൽ കണ്ണൂരിന് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ബിഫോർ ആൻഡ് ആഫ്റ്റർ പറയുമ്പോൾ നമുക്ക് അറിയാമല്ലോ അതിൻ്റെ ഒരു എഫക്ട്സും കാര്യങ്ങളും. ഇപ്പം ആർക്കിടെക്ചറൽ ബേസിസിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നമുക്ക് കൊളോണിയലിസം കാരണം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പം എങ്ങനെയാണ് ഇത് ഡിഫൈൻ ചെയ്യാൻ? ഈ ചോദ്യത്തിൽ ഭയങ്കര നല്ല ഭാഷയിലാണ് ചോദിച്ചത് ഫാത്തിമ. പക്ഷെ ഞാൻ മറുപടി പറയാൻ വിചാരിക്കുന്നത് നമ്മളെ നാടൻ ഭാഷയിൽ. ഇപ്പോൾ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിൽ, ഡെയിലി ലൈഫിൽ എനിക്ക് തോന്നുന്നു പുറത്തിക്ക മാങ്ങ കേട്ടിനാ ഫാത്തിമ? കേട്ടിന്. ഈ മാങ്ങ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഭാഷയിലും മാങ്ങ തന്നെയാണ്. നമ്മുടെ മാംഗോ ഇല്ലേ, അത് പോർച്ചുഗീസ് ഭാഷയിലും മാംഗോ തന്നെയാണ്. അപ്പോൾ ഈ കണ്ണൂരിൽ വന്ന, അതായത് ബ്രസീലിൽ നിന്ന് പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതെന്ന് പറയുന്നത്, നിങ്ങൾ പറഞ്ഞ ചോദ്യം അതാണ്, എന്താണ് ഈ കൊളോണിയലിസം നമ്മളെ നാട്ടിലുണ്ടാക്കിയ ഇമ്പാക്ട്സ് പറയുമ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും പറയാൻ പറ്റുക അവരുണ്ടാക്കിയ നാശങ്ങളും നഷ്ടങ്ങളും. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു എഫക്ഷൻ സൈഡ് ഉണ്ട്. കൊളോണിയലിസം ഉണ്ടാക്കിയ പോസിറ്റീവ് ഇമ്പാക്ട്സ്, അല്ലെങ്കിൽ വേറെ കുറേ ഇമ്പാക്ട്സ് ഉണ്ട്, എക്കണോമിക്കൽ ഇമ്പാക്ട്സ്, സോഷ്യൽ ഇമ്പാക്ട്സ്. അപ്പോൾ അതിൽ അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഈ പുറത്തിക്ക മാങ്ങ എന്നിട്ട് തുടങ്ങി, കുറേ ആളുകൾ കേൾക്കുന്നൊക്കെ അറിയണ്ടാവില്ല. ഈ പുറത്തിക്ക മാങ്ങ എന്ന് പറഞ്ഞാൽ, മാങ്ങ എന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ പോർച്ചുഗീസ് ഭാഷയിൽ മാംഗോ തന്നെയാണ്. അപ്പോൾ ഈ പുറത്തിക്ക എന്ന് പറയുന്നതും
പോർച്ചുഗലിന്റെ മാങ്ങ എന്നാണ്. പോർച്ചുഗീസുകാർ പുറത്തുനിന്ന് കൊണ്ടുവന്ന മാങ്ങ, അതാണ് നമ്മളെ കശുവണ്ടി. അപ്പോൾ അവർ ബ്രസീലിൽ നിന്ന് കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. എവിടുന്ന് കൊണ്ടുവന്നോ ആയിക്കോട്ടെ, കേരളത്തിൽ ഇന്നും ഏറ്റവും കൂടുതൽ ഈ കശുവണ്ടി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്, കശുമാവ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് കാസർഗോഡ്, കണ്ണൂരിൻ്റെയും മലയോര മേഖല ആ ഒരു ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോഴും അതിൻ്റെ ഒരു തുടർച്ച നമുക്കുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഒരു വശത്ത് കൊളോണിയലിസം വേറെ പല ഇമ്പാക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ പൈനാപ്പിൾ, കശുവണ്ടി, വലിയ പിന്നെ എന്താ പറയുക ഉണ്ടമുളക്, അങ്ങനെ പല സാധനങ്ങളും അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ കൃഷി ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഭാഷ, നമ്മുടെ ഭാഷ, ഇപ്പോൾ മലയാള ഭാഷയിൽ എനിക്ക് തോന്നുന്നത് കസേര, മേശ, അൽമാര, ഇതൊക്കെ പോർച്ചുഗീസാണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് തന്നെ പോർച്ചുഗീസ് പറയാൻ കാരണം ഈ കൊളോണിയലിസം സ്റ്റാർട്ട് ചെയ്യുന്നത് പോർച്ചുഗീസിലൂടെയാണ്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മൻ ബേസൽ മിഷൻ, ഇത് ജർമ്മൻസിൻ്റെ ഒരു പിന്നെ കൊളോണിയൽ വരവ് ഉണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഡച്ചുകാർ വരുന്നുണ്ട് ഇവിടെ. അപ്പോൾ ഡച്ചുകാരുടെ ഒരു കൊളോണിയൽ ഈ ഇൻഫ്ലുവൻസ് ഞാൻ പരിശോധിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയാൻ പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസ് ആണ്. ആരും ഇതുവരെ അങ്ങനെ ശ്രദ്ധിക്കാത്ത, ഹൈലൈറ്റ് ചെയ്യപ്പെടാത്തൊരു ഇൻഫ്ലുവൻസ് ആണ് കൊളോണിയൽ ആർക്കിടെക്ചർ. ഡച്ച് ആർക്കിടെക്ചർ ബിൽഡിങ്സ് നമുക്ക് കണ്ണൂർ കാണാം. അതിൽ തന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിംഗാണ് 1704 പണി കഴിക്കപ്പെട്ട നമ്മുടെ കണ്ണൂർ സിറ്റിയിലെ മൊയ്തീൻ പള്ളി. അതിൻ്റെ ആർക്കിടെക്ചർ തന്നെ ഒരു ഡച്ച് ആർക്കിടെക്ചറാണ്. അപ്പോൾ ഒരു ഡച്ച് ഇൻഫ്ലുവൻസ് ഉള്ള സമയത്ത് പിന്നെ കണ്ണൂരിലെ സിറ്റിയിലുണ്ടായിരുന്ന അറക്കൽ രാജവംശം പണി കഴിപ്പിക്കുന്ന പള്ളി. അപ്പോൾ ആ പള്ളിക്കൊരു ഡച്ച് ആർക്കിടെക്ചറിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൽ വരുന്നു. അത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് ഇന്നും പോയി കാണാം ആ ഡച്ച് ആർക്കിടെക്ചറിൻ്റെ സൗന്ദര്യം ഇന്നും അതുപോലെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ പള്ളി കമ്മിറ്റിനെ അതിൽ അഭിനന്ദിച്ച് നമുക്ക് പറ്റും. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ഇൻഫ്ലുവൻസ് നമുക്ക് കാണാം. ഒരു വശത്ത് ജർമ്മൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ജർമ്മൻ ബേസൽ മിഷന് മംഗലാപുരത്ത് നിന്നാണ് കണ്ണൂരേക്ക് വരുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യകാലത്ത് അവരുണ്ടാക്കിയ കുറേ കാര്യങ്ങൾ എന്ന് പറയുന്നത് ടൈൽ ഫാക്ടറി പോലുള്ള സംഗതികളായിരുന്നു. അത് കണ്ണൂരിൽ എത്തുമ്പോഴേക്കും ടൈൽ ഫാക്ടറി എന്നൊക്കെ മാറി അവർ കുറച്ചും കൂടി നെട്ടൂർ പോലുള്ള തലശ്ശേരി ഭാഗങ്ങളിലൊക്കെ അവർ ഈ ഗോഗിൾസ്, കണ്ണട, അന്നത്തെ കണ്ണട ഉണ്ടാക്കാനും അതുപോലെ തന്നെ അന്നത്തെ ടൈം പീസ്, വാച്ച് ഉണ്ടാക്കാനും ഒക്കെയുള്ള ഫാക്ടറികൾ ആരംഭിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ ആ അർത്ഥത്തിൽ വലിയ ഇമ്പാക്ട്സ് അവർ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് എത്രത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മൾ പൊതുവെ ഈ കൊളോണിയൽ മിഷണറീസ് എന്നാണ് പറയുക, അതായത് മിഷണറി പ്രവർത്തനം കൂടിയാണ്. അവരുടെ ക്രൈസ്തവ ആശയങ്ങളിലേക്ക് ഇവിടെയുള്ള ആളുകളെ വെറുതെ പരിവർത്തനം നടത്തുകയല്ല, യഥാർത്ഥത്തിൽ ഇവിടെയുള്ള മനുഷ്യരുടെ ലൈവ്ലിഹുഡിനെ എംപവർ ചെയ്തുകൊണ്ട് തന്നെ വളരെ വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, മിഷണറി പ്രവർത്തനം നടക്കുന്നത്. അല്ലാണ്ട് വെറുതെ വന്നിട്ട് കുറേ ആളുകളെ മതപരിവർത്തനം നടത്തുക എന്നുള്ള വർത്തമാനം അല്ല എന്നതിനപ്പുറം അവർക്ക് വളരെ വലിയ ഐഡിയകൾ ഉണ്ടായിരുന്നു, വളരെ വലിയ വിഷൻ അവർക്ക് ഉണ്ടായിരുന്നു. കാരണം ഇവിടെയുള്ള ജാതീയത മൂലം അല്ലെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ മൂലമൊക്കെ അടിച്ചമർത്തപ്പെടുന്ന വിഭാഗങ്ങളൊക്കെ അഭിമുഖീകരിക്കുകയും, അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ ജാതീയത തന്നെയാണ് ഇവിടുത്തെ വർക്കിംഗ് ക്ലാസ്സിനെ നിർണ്ണയിച്ചിരുന്നത്. പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകൾ പ്രത്യേക ജോലി ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതവർ മനസ്സിലാക്കി. എന്നിട്ട് അവർ ആ മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് മനസ്സിലായി ഇവിടെ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവരെ മതം മാറ്റിക്കൊണ്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് ആ ജോലി സ്ഥലത്ത് നിന്ന് അവർ പറിച്ചെറിയപ്പെടും മതം മാറുന്നതോടുകൂടി. അപ്പോൾ ആ അർത്ഥത്തിൽ അപ്പോൾ ജോലി ക്രിയേറ്റ് ചെയ്യുക, അതിലേക്ക് ആളുകൾ അട്രാക്ട് ചെയ്യാൻ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ ട്രെൻഡുകൾ അവരുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഈ കൊളോണിയലിസം എങ്ങനെ വർക്ക് ചെയ്തു എന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഓരോന്നും ഓരോ തരത്തിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. പോർച്ചുഗീസുകാർ വർക്ക് ചെയ്ത പോലെയല്ല ഡച്ചുകാർ ഇവിടെ വർക്ക് ചെയ്തത്. ഡച്ചുകാരുടെ അതേ ആശയമോ അല്ലെങ്കിൽ ഐഡിയയോ ഒന്നുമല്ല ഈ ജർമ്മൻ ബേസൽ മിഷൻ. അത് മിഷണറി പ്രവർത്തനം തന്നെയായിരുന്നു കൂടുതലും അവരുടെ ഫോക്കസ്. അതിനുശേഷമാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കണ്ണൂർ വന്നപ്പോൾ കണ്ണൂരിന് എന്തൊക്കെ ഇമ്പാക്ട്സ് ആണ് ഉണ്ടെന്ന് വെച്ചാൽ, ഇന്നത്തെ കണ്ണൂരിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനി. ഇന്ന് നമ്മൾ കണ്ണൂർ കാണുന്ന എല്ലാ റോഡുകളും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രധാനപ്പെട്ട പിന്നെ എന്താ പറയുക റീജനുകൾ അവരാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ റെയിൽവേ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പ്ലേ ഗ്രൗണ്ട്സ് എവിടെ വേണം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട റോഡുകൾ എങ്ങനെയാണ്, പിന്നെ ഈ ഹൈവേൻ്റെ ഡെവലപ്മെൻറ്റ്, അതിൻ്റെ തീരുമാനം, കണ്ടോൺമെൻറ്റ് ഏരിയ ഒബ്വിയസ്ലി. കാരണം ഫോർട്ട് നേരത്തെ ഉണ്ടെങ്കിലും ഫോർട്ടിൻ്റെ പുറത്ത് കണ്ടോൺമെൻറ്റ് ഏരിയ, അവിടെ സിവിൽ ലൈൻസ്, അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരുടെ ഒരുപാട് സ്ട്രക്ചറുകൾ ഉണ്ടായിരുന്നു. അത് പലതും ഇപ്പം ഇല്ല, അതുപോലെ ഇല്ല. എങ്കിലും കണ്ണൂരിൻ്റെ നഗരത്തെ ഇന്ന് കാണുന്ന രൂപത്തിൽ, അത് കണ്ണൂരിനേക്കാൾ കൂടുതലും അത് പറയാൻ പറ്റുക തലശ്ശേരിക്കാർക്കാണ്. കാരണം തലശ്ശേരി നഗരം എന്ന് പറയുന്നത്, ഇന്നത്തെ തലശ്ശേരി നഗരം കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്തിരിക്കുന്നത് ബ്രിട്ടീഷ് അർബൻ ഡിസൈൻ അനുസരിച്ചോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പർപ്പസിനനുസരിച്ചോ ആണ്. അത് നമുക്ക് അങ്ങനെ തന്നെ അവിടെ പോയാൽ വളരെ കൃത്യമായിട്ട് കാണാൻ പറ്റും. പിന്നെ ഒരു പറയേണ്ട ഒരു ഭാഗം ഫ്രഞ്ചുകാരുടെ ഇൻഫ്ലുവൻസ് ആണ്. ഇപ്പോൾ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് പറയുകയാണെങ്കിൽ മാഹി ഒരു ഫ്രഞ്ച് കോളനി ആയിരുന്നു. എല്ലാ പിന്നെ കാലത്തും ഫ്രഞ്ചുകാർ 1-2 തവണ പരാജയപ്പെടുന്നുണ്ടെങ്കിലും, ബ്രിട്ടീഷുകാരോട് പരാജയപ്പെടുന്നുണ്ടെങ്കിലും അവർ പിടിച്ചു നിന്നിട്ടുണ്ട്. മാഹിയെ അവരവരുടെ കോളനിയാക്കി തന്നെ
പിടിച്ചു നിൽക്കുകയും എനിക്ക് തോന്നുന്നു കേരളത്തിൽ മാഹിക്ക് പുറമെ കോഴിക്കോട് അവർക്ക് ചെറിയൊരു സ്പേസ് കിട്ടിയിരുന്നു സാമൂതിരി രാജാവിൻ്റെ അണ്ടറിൽ. പക്ഷെ അവരുടെ ഒരു സ്ട്രോങ് പിന്നെ എന്താ പറയുക പ്രസൻസ് കണ്ണൂരിൽ ഉണ്ടായ സ്ഥലമാണ് ഈ ചോമ്പാൽ, മാഹി ആ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടിപ്പു സുൽത്താനുമായിട്ടുള്ള അവരുടെ കൊളാബറേഷൻ, ടിപ്പു സുൽത്താനിന് പിന്നെ മലബാർ കോസ്റ്റിൽ ഒരു തുറമുഖം ഉപയോഗിക്കാൻ പറ്റുന്നത് ഫ്രഞ്ചുകാരുടെ തുറമുഖമാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ആ വിഷയത്തിൽ കുറേയൊക്കെ പുതിയ പഠനങ്ങൾ എന്ന് വെച്ചാൽ വ്യത്യസ്തമായ വായനകളൊക്കെ വന്നിരിക്കുന്നത്. ഡോക്ടർ ലീന മുറയുടെ ഒരു പുസ്തകമുണ്ട്, ഈ ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് ഇൻ നോർത്ത് മലബാർ എന്ന് പറഞ്ഞിട്ട്. അതിൽ ഈ കാര്യങ്ങളൊക്കെ വിശദമായി പറയുന്നുണ്ട്. ഇത് ഫ്രഞ്ച് ഇൻഫ്ലുവൻസ് എങ്ങനെ, ഇവിടുത്തെ അറക്കലിനോട് എങ്ങനെ ഫ്രഞ്ചുകാർ ഇടപെട്ടു, ഇവിടുത്തെ കോലത്തിരിയോട് എങ്ങനെ ഫ്രഞ്ചുകാർ ഇടപെട്ടു, അതുപോലെ ടിപ്പു സുൽത്താൻ എങ്ങനെ സഹായിച്ചു, അല്ലെങ്കിൽ ഇവിടുത്തെ മറ്റു മനുഷ്യരുമായി, അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരുമായി ഫ്രഞ്ചുകാരെങ്ങനെ പിന്നെ എൻഗേജ് ചെയ്തു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത്തരത്തിൽ വളരെ ഡൈവേഴ്സായിട്ട്, അതായത് നമ്മളിപ്പോൾ ചർച്ച ചെയ്ത 5 ഡിഫറെൻറ്റ് കൊളോണിയൽ ശക്തികളും നമ്മളെ നാടിനോട് വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് എൻഗേജ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇമ്പാക്റ്റും വളരെ ഡിഫറെൻ്റ് ആണ്. ഒരേപോലെ നമുക്ക് കാണാനേ പറ്റില്ല. ഒരു ആർക്കിടെക്ചറൽ ബേസിസിലും അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും സ്ട്രക്ചേഴ്സിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം ഡിഫറെന്റ് ആയിട്ടാണ് അവർ സമീപിക്കണം. അതെ അതെ, എല്ലാത്തിനും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കാഴ്ചപ്പാട് നൽകിയിട്ടാണ് അവർ പോയത്. എല്ലാം സെയിം ആയിരുന്നില്ല. തീർച്ചയായും. ഓക്കെ, അപ്പം ഇപ്പം നമ്മൾ പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ആണ് പറഞ്ഞത്. നെഗറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ, അതായത് മുന്നേ കണ്ണൂരിന് നമ്മൾ കണ്ടിരുന്ന ഒരു ലാൻഡ് മാർക്സ് കാര്യങ്ങളൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് കാരണം ഉണ്ടായിട്ടുള്ള ഡിസ്ട്രക്ഷൻസ് എന്തൊക്കെയായിരുന്നു എന്നത് വലിയ ചോദ്യമാണ്. അപ്പം അതിന് തുടക്കത്തിൽ എനിക്ക് ഉത്തരം പറയാൻ തോന്നുന്നത് ഈ ബർബോസയുടെ രേഖകൾ, അതായത് പോർച്ചുഗീസ് രേഖകളിൽ കണ്ണൂരിനെ പരിചയപ്പെടുത്തുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, കണ്ണൂരിൻ്റെ തീരം മറ്റ് ഇന്ത്യൻ സൗത്ത് ഏഷ്യൻ തീരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവർ അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഒന്നിലധികം നിലകളുള്ള കെട്ടിടങ്ങളോട് കൂടിയ, ഡ്രെയിനേജോട് കൂടിയ, റെസിഡൻഷ്യൽ ഏരിയ വേറെ, അതുപോലെ തന്നെ ഈ മാർക്കറ്റ് ഏരിയ വേറെ, അതുപോലെ തന്നെ അങ്ങനെ വ്യത്യസ്ത അർബൻ ഡിസൈനോട് കൂടിയ, മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങോട് കൂടിയ, വളരെ വലിയ സാമ്പത്തികമായ ഭദ്രത ഉണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ഒരു തുറമുഖമായിട്ടാണ് കണ്ണൂർ തുറമുഖത്തെ 500 വർഷം മുമ്പുള്ള കണ്ണൂർ തുറമുഖത്തെ പോർച്ചുഗീസുകാരുടെ വരവിൻ്റെ സമയത്തുള്ള കണ്ണൂർ തുറമുഖത്തെ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിലവിൽ തന്നെ അവർ വരുന്നതിന് മുമ്പ് തന്നെ, പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ആഗോള വ്യാപാര ബന്ധങ്ങളുണ്ടായിരുന്നു. നിരവധി രാജ്യങ്ങളുമായി ബിസിനസ് ഇടപാടുകൾ, എക്സ്പോർട്ടുകൾ നമുക്കുണ്ടായിരുന്നു. കൂർഗ് മുതൽ അതുപോലെ തന്നെ വയനാട് വരെയുള്ള വലിയ മലയോര പ്രദേശത്ത് നിന്ന് വരുന്ന മലഞ്ചരക്ക്, അതായത് കുരുമുളക് ഉൾപ്പെടെ കാഡമൺ, അതുപോലെ തന്നെ മറ്റുള്ള സുഗന്ധ വ്യഞ്ജന വസ്തുക്കളൊക്കെ കയറ്റി അയക്കുന്ന ഒരു പോർട്ടായിട്ട്, തുറമുഖമായിട്ട് ആക്ട് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ടീക്ക് വുഡ്, തേക്ക് മരങ്ങൾ കൊണ്ടുവന്നിട്ട് അതും ഇവിടെ നിന്ന് പിന്നെ മരമായിട്ടോ അല്ലെങ്കിൽ ഉരുപ്പടികളായിട്ടോ കപ്പലുകളായിട്ടോ ഒക്കെ ഇവിടെ നിന്ന് കയറ്റി പോയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പഴയ കണ്ണൂരിൻ്റെ ഒരു പ്രതാപത്തെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റ് ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് എന്ത് ഈ പോർച്ചുഗീസുകാരുടെ വരവ് എന്ന് പറയുന്നത്. കാരണം അവർക്ക് പിന്നെ നിരന്തരമായി അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഇവിടുത്തെ മറ്റ് ബയേഴ്സിനെ, ഇവിടെ വന്നിരുന്ന മറ്റ് ബയേഴ്സിനെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾറെഡി അവർ വരുന്നത് തന്നെ ഒരു 250 വർഷത്തോളം ബ്ലോക്ക് ചെയ്യപ്പെട്ട, ഈ കുരിശ് യുദ്ധത്താൽ ബ്ലോക്ക് ചെയ്യപ്പെട്ട അറബ് പെനിസുലയെ മറികടന്ന് ആഫ്രിക്ക ചുറ്റിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ അവരുടെ മെയിൻ ഇൻറ്റൻഷൻ, അവരുടെ ശത്രുക്കളിൽപ്പെട്ട ആളുകളാണ് അറബികൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ അറബികളെ ഇവിടുന്ന് അവർ തുരത്തുന്നുണ്ട്. അപ്പോൾ അറബികളെ തുരത്തുന്നതോടുകൂടി നമുക്ക് നമ്മളെ ബയറെ നഷ്ടപ്പെടുക. ഒരു പ്രധാനപ്പെട്ട ബയറായിരുന്നു അറബ് ബയേഴ്സ്. അതുപോലെ തന്നെ പേർഷ്യൻസ്, അതുപോലെ തന്നെ തുർക്കികൾ, അതുപോലെ തന്നെ ഈ ആഫ്രിക്കയിൽ നിന്നുള്ള പല ഭാഗത്തു നിന്നുള്ള ആളുകൾ, ഒമാനിൽ നിന്നുള്ള ആളുകൾ, വ്യത്യസ്ത അറബ് ദേശങ്ങളിൽ നിന്നുള്ള മറ്റു ആളുകൾ, അതുപോലെ തന്നെ ബർമ്മ, ചൈന പോലുള്ള സ്ഥലങ്ങളിൽ വ്യാപാരം നടത്തിയിരുന്ന ആളുകൾ, ഇവരൊക്കെ തുരത്തി അതിൻ്റെയൊക്കെ കുത്തക പിടിച്ചെടുക്കാനാണ് ആരും നോക്കിയത്. തുറമുഖങ്ങളുടെ കുത്തക പോർച്ചുഗീസുകാർ പിടിച്ചെടുക്കാൻ. ഇത് കൊച്ചിയിലായിക്കോട്ടെ കണ്ണൂരായിക്കോട്ടെ അങ്ങനെ സംഭവിച്ചത്. പിന്നീട് കണ്ണൂരിൽ നിന്നാണ് പിന്നെ അവർ ഗോവയും കൂടി പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ അർത്ഥത്തിലുള്ളൊരു കുത്തകവൽക്കരണം പോർച്ചുഗീസുകാർ സ്ഥാപിച്ചതുകൊണ്ടാണ് നിരന്തരമായി നമ്മുടെ പ്രാദേശികമായ ഒരുപാട് പ്രതിരോധങ്ങൾ അവർക്കെതിരെ ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിച്ച ചോദ്യം അതാണ്, എന്താണ് നെഗറ്റീവായിട്ട് ഉണ്ടാക്കിയത്? അവർ നമ്മുടെ എല്ലാവർക്കും വരാമായിരുന്ന ഒരു മാർക്കറ്റിനെ മൊണോപ്പൊളിയിൽ കുത്തക ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരോട് നമ്മുടെ പ്രതിഷേധം ഉണ്ടാവും. കാരണം നമ്മളെ ബയേഴ്സിനെ മൊത്തം അവർ ഇല്ലാതാക്കി. ചരിത്രത്തിൽ ഇതാണ് സംഭവിച്ചത്. ഇപ്പോൾ ഈ മാപ്പിള ബേ എന്ന് പറയുന്ന കണ്ണൂർ കോട്ടയ്ക്ക് സമീപമുള്ള ആ വലിയ ബേ, ആ തുറമുഖം, പഴയ വളരെ പ്രതാപം ഉണ്ടായിരുന്ന ഒരു തുറമുഖത്തെ ഇവരുടെ കുത്തകയാക്കാൻ ശ്രമിക്കുന്നു. സ്വാഭാവികമായിട്ടും അവിടെ പ്രതിഷേധം ഉണ്ടാവും. കാരണം നമ്മുടെ എക്കോണമി ഡൗൺ ആവാണ്. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നമ്മൾ കൊണ്ടുവന്ന കുരുമുളകും നമ്മൾ കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ അവർ പറയുന്ന വിലക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും. ഇതുവരെ കെട്ടിവെച്ചിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അങ്ങനെയുള്ളൊരു ഡിസ്ട്രക്ഷനാണ് അവർ സ്റ്റാർട്ട് ചെയ്തതെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1640-കൾക്ക് ശേഷം അവരെ നമ്മൾ ഇവിടുന്ന് പരാജയപ്പെടുത്തി, അല്ലെങ്കിൽ 1660-ഓടുകൂടി അവർ പൂർണ്ണമായും കണ്ണൂർ വിട്ട് പോയതിന് ശേഷം പിന്നീടുള്ള ഈ ഡച്ചുകാരുടെ കാലഘട്ടത്തിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ മാറ്റങ്ങൾ കാണാൻ കഴിയും. അതായത് ഉദാഹരണത്തിന് അതാണ് ഞാൻ മൊയ്തീൻ പള്ളി വീണ്ടും പറയേണ്ടി വരുന്നത്. കാരണം മൊയ്തീൻ പള്ളി ഈ മാപ്പിള ബേ തുറമുഖത്ത് വലിയ മിനാരങ്ങളോടുകൂടി ഒരു ഡച്ച് ആർക്കിടെക്ചറോടുകൂടി അന്ന് നിർമ്മിക്കപ്പെടുകയാണ് 1704. അതൊരു മെസ്സേജാണ്. മാപ്പിള ബേയിൽ വരുന്ന മറ്റു കപ്പലുകൾക്ക് ഒരു മെസ്സേജാണ്. മാപ്പിള ബേ വീണ്ടും മുസ്ലിങ്ങളുടെ കയ്യിലേക്ക്, അല്ലെങ്കിൽ പ്രാദേശികമായ അറക്കൽ രാജവംശത്തിൻ്റെ കയ്യിലേക്ക്, അല്ലെങ്കിൽ മാപ്പിളമാരുടെ കയ്യിലേക്ക്, ആ ഒരു പ്രതാപത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ് ആ ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മോണമെൻ്റ് അവിടെ ഒരു മാർക്കറ്റ് തന്നെ, അതായത് ആ തുറമുഖത്ത് തന്നെ നിർമ്മിക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ അങ്ങനെ ഒരു നിർമ്മാണം അവിടെ വരുന്നില്ല. ശരി, കാരണം വെറും ഒരു പള്ളിയല്ല, നിസ്കരിക്കാനുള്ള ഒരു പള്ളിയാണെങ്കിൽ വേറെ രൂപത്തിലൊക്കെ നിർമ്മിക്കായിരുന്നു. പക്ഷെ നിസ്കാരത്തിന് പുറമെ അവിടെ വലിയ മിനാരങ്ങൾ നിർമ്മിക്കുന്നു. അതിൽ തന്നെ ഈ തുറമുഖം നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങൾക്ക് വരുന്നത് ഇതൊരു തിരിച്ചുപിടിക്കലുണ്ട്. കാരണം 157 വർഷം പോർച്ചുഗീസുകാർ നെരുക്കിയ, അടിച്ചമർത്തിയ ഒരു തുറമുഖത്തിൻ്റെ ആധിപത്യം ഇതാ നമ്മുടെ കൈകളിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളൊരു മെസ്സേജാണ് ആ നിർമ്മിക്കുന്നതിലൂടെ നൽകുന്നത്. അത് ഈ ഡച്ച് കാലഘട്ടത്തിലാണ് നമുക്കാണ്. അങ്ങനെ ഡച്ചുകാർ പൊതുവെ ഇതുവരെ അതിനെക്കുറിച്ച് പഠിച്ച ചരിത്രകാരന്മാർ, അത് പിന്നെ നമ്മുടെ ഡോക്ടർ മഹമ്മൂദ് കൂരി വരെയുള്ള അതിന് മുമ്പുള്ള ആളുകളൊക്കെ ബിനു ജോൺ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അഭിപ്രായപ്പെട്ടത് ഒരുപാട് ഡച്ച് രേഖകൾ, കണ്ണൂരിൽ നിന്നുള്ള ഡച്ച് രേഖകൾ പരിശോധിക്കുമ്പോൾ അവർ വളരെ നന്നായിട്ട് ബിസിനസ് ചെയ്തതായിട്ടാണ്. ഇത് അറക്കലുമായി പ്രത്യേകിച്ച് വളരെയധികം ടൈപ്പിൽ ബിസിനസ് ചെയ്തിട്ടുണ്ട്. അവർ മറ്റുള്ളവരെ അനുവദിച്ചിട്ടുണ്ട് ബിസിനസ് ചെയ്യാൻ. അതായത് പോർച്ചുഗീസ് സ്റ്റൈലിൽ നിന്ന് നേരെ വ്യത്യസ്തമായ ഒരു ശൈലിയിലാണ് അവരിവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. ആ കാലഘട്ടം പൊതുവെ യുദ്ധങ്ങൾ കുറവായിരുന്നു. അതായത് കണ്ണൂർ തുറമുഖത്ത് യുദ്ധങ്ങൾ കുറഞ്ഞൊരു കാലഘട്ടം കൂടിയാണ് പിന്നെ ഈ ഡച്ച് കാലഘട്ടം. യുദ്ധങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് പള്ളി എടുക്കാനൊന്നും പറ്റില്ല. യുദ്ധമില്ലാത്തൊരു സമാധാന അന്തരീക്ഷത്തിലാണ് ഇതൊക്കെ നടക്കുക. അപ്പോൾ അങ്ങനെയുള്ളൊരു ചേഞ്ചസ് നമുക്ക് നടക്കാം. അപ്പം ഞാൻ ഈ ഡിസ്ട്രക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഡിസ്ട്രക്ഷൻ അവിടെ ഉണ്ട്. പിന്നെ അവരുടെ ഒരു പോർച്ചുഗീസുകാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പോർച്ചുഗീസുകാർ ഗോവയിലൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ വളരെ എന്താ പറയുക വലിയ രൂപത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉദാഹരണത്തിന് ഗോവൻ കൾച്ചർ തന്നെ, അതായത് സരസ്വതി ഗൗഡ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി ഉൾപ്പെടെ ഗോവയിലുണ്ടായിരുന്ന വലിയ കമ്മ്യൂണിറ്റികൾ അവിടുന്ന് പലായനം ചെയ്യപ്പെടുകയാണ് ഈ പോർച്ചുഗീസുകാരുടെ കാലം. അപ്പോൾ അതിൽ തന്നെ കണ്ണൂരിന് വ്യത്യസ്തമായൊരു കഥ പറയാനുണ്ട്. കണ്ണൂരിന് ഈ സരസ്വതി ഗൗഡ ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി പലായനം ഗോവയിൽ നിന്ന് ചെയ്തപ്പോൾ സ്വീകരിച്ച ആളുകളാണ് കണ്ണൂരിലാണ്. അങ്ങനെ സ്വീകരിച്ച് കണ്ണൂർ സിറ്റിയിലെ തയ്യിൽ എന്ന് പറയുന്ന പ്രദേശത്ത് അവർക്ക് വേണ്ട എല്ലാ സംരക്ഷണവും നൽകി, അവർക്ക് റെസിഡൻസിയും അവർക്ക് അമ്പലങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള സൗകര്യം നൽകിയ ആതിഥേയത്തിൻ്റെ വലിയ ഹാർമോണിയസിൻ്റെ അല്ല പരസ്പര സൗഹൃദത്തിൻ്റെ വലിയ കഥകൾ കണ്ണൂരിന് പറയാനുണ്ട്. അതായത് ഒരേ സമയം പോർച്ചുഗീസുകാർക്കെതിരെ പ്രതിരോധിക്കുക മാത്രമല്ല, പോർച്ചുഗീസുകാരാൽ പലായനം ചെയ്യപ്പെട്ട മറ്റ് ജനതയെ കൂടി കണ്ണൂരിൽ അക്കോമഡേറ്റ് ചെയ്യാനുള്ള വലിയ മനസ്സ് കാണിച്ച, അല്ലെങ്കിൽ ആ അർത്ഥത്തിൽ ധൈര്യം കാണിച്ച, മനസ്സെന്ന് പറഞ്ഞാൽ അവർ ധൈര്യം കൂടിയാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഉള്ള കഥകൾ കണ്ണൂർ സിറ്റിക്ക് അല്ലെങ്കിൽ കണ്ണൂരിന് പറയാനുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഏറ്റവും അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന ഒന്നാണ് ഇന്ത്യയിലെ തന്നെ കേരളത്തിലെ തന്നെ ഒരേ ഒരു മുസ്ലിം രാജവംശം എന്ന് പറയുന്നത് അല്ലെ, അറക്കൽ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ സിറ്റിയിലാണ് ഉള്ളത്. അപ്പം എങ്ങനെയാണ് ഇതിനെ നമുക്ക് ആ ഒരു കൊളോണിയലിസമായിട്ട് കണക്ട് ചെയ്തിട്ട് പറയാൻ പറ്റുന്നത്? നല്ല ചോദ്യമാണ്. നിങ്ങൾ ആദ്യം ചോദ്യം തുടങ്ങുമ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് അവസാനിക്കാമെന്ന് വിചാരിച്ചിട്ടില്ല. കാരണം കൊളോണിയലായിട്ട് കണക്ട് ചെയ്തിട്ട് എങ്ങനെ പറയാന്ന് വെച്ചാൽ രണ്ടും പറയാം. രണ്ട് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതെ, അല്ല ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കൊളോണിയലിസവുമായി ചേർത്ത് അറക്കലിനെ രണ്ടർത്ഥത്തിലും നമുക്ക് വായിക്കാം. അപ്പോൾ അത് കേൾക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. കാരണം അറക്കലിന് വലിയ കൊളോണിയൽ വിരുദ്ധതയുടെ ഒരു ചരിത്രമുണ്ട്. ഇപ്പോൾ ജുനുമ ബീവിയെ പോലുള്ള വളരെ ചരിത്രത്തിൽ വളരെയധികം ഇടപെട്ടിട്ടുള്ള സ്ത്രീ ഭരണാധികാരികൾ. അപ്പോൾ അവരുടെ കാലഘട്ടത്തിലെ ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഒരു നിലക്കും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല ബ്രിട്ടീഷുകാരോട്. അപ്പോൾ അതിൽ തോമസ് വാർണർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് പ്രിൻസിപ്പൽ കളക്ടറായിരുന്നു അദ്ദേഹം എഴുതിയ രേഖകളിൽ നമ്മൾ വായിക്കുന്നതെന്ന് വെച്ചാൽ അവർക്ക് ദഹിക്കുന്നില്ല. അതായത് മുസ്ലിം സ്ത്രീകൾ ഭരിക്കുന്നത്. എന്നിട്ട് അവർ നേരിട്ട് മദ്രാസിൽ നിന്ന് കണ്ണൂർ വരിക. എന്തിന്? ഈ ബീവിയെ ഇൻ്റർവ്യൂ ചെയ്യാൻ. അതായത് അവർ മനസ്സിലാക്കിയത് അവരുടെ ഈ കൊളോണിയൽ ബുദ്ധിയിൽ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ബുദ്ധിയിൽ ഇത് ദഹിക്കുന്നില്ല, ഒരു മുസ്ലിം സ്ത്രീ ഒരു നാട് ഭരിക്കുക. അപ്പോൾ എന്നിട്ട് അവർ വന്നിട്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഇത് ഇൻ്റർവ്യൂ നടത്താണ്. അത് രേഖകളിലുണ്ട്, ചോദ്യമുണ്ട് ഉത്തരവുണ്ട്.
എന്താണ് ചോദിക്കുന്നത്? പിന്നെ ഈ പറഞ്ഞ നിങ്ങൾ അറക്കലിൻ്റെ ആളുകൾ ഏതൊക്കെ തുറമുഖമായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട്? അപ്പോൾ ഇത് ഇവർക്കറിയോ അല്ലെങ്കിൽ ഇവരെ പിയാപ്പിള ഇവരെ ഡമ്മി ആക്കിയിട്ട് ഭരിക്കുകയാണോ എന്നൊക്കെയുള്ള ആ രൂപത്തിൽ. കാരണം അവർക്കിടയിൽ അത്തരം തമാശകൾ ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചുള്ള അവർ യൂറോപ്പിൽ നിന്ന് വരികയാണ്. അവർക്ക് മുസ്ലിങ്ങളെ കുറിച്ച് ഒരുപാട് മുൻധാരണകൾ അവർ തന്നെ പ്രചരിപ്പിച്ചതും അല്ലാത്തതായിട്ടുണ്ട്. അപ്പോൾ അതിനെ മറികടക്കുന്ന രീതിയിലുള്ള ആൻസറുകളായിരുന്നു ജുനൂമ ബീവിൻ്റെ അടുത്ത് കിട്ടിയത്. ജുനൂമ ബീവി ഒരു മൾട്ടി ലിംഗ്വലായിരുന്നു. അതായത് ഒരു ട്രാൻസ്ലേറ്ററുടെ സാന്നിധ്യമില്ലാതെ തന്നെ ജുനൂമ ബീവി ആൻസർ കൊടുക്കുന്നുണ്ട്. അതായത് ഇംഗ്ലീഷിൽ തന്നെ ജുനൂമ ബീവി എന്ത് ചെയ്യാണ്? ഉത്തരം നൽകുകയാണ്, ഡയറക്റ്റ് ആൻസർ ചെയ്യാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ മൾട്ടിലിംഗലായ, ഒന്നിലധികം ഭാഷകൾ അറിയുന്ന, ഒന്നിലധികം സംസ്കാരങ്ങളുമായി എൻഗേജ് ചെയ്യാൻ പഠിച്ചിട്ടുള്ള, പബ്ലിക്കിനോടും അതുപോലെ തന്നെ രാഷ്ട്രീയത്തോടും സാമ്പത്തിക മേഖലയോടൊക്കെ ധാരണയുള്ള വളരെ വലിയ പവർഫുള്ളായ ഒരു ലേഡി ആയിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ ജുനൂമ ബീവിയെ കാണാൻ കഴിയുന്നത്. എന്നിട്ട് മാത്രമല്ല അവർ വിട്ടുവീഴ്ചകൾക്കൊന്നും തയ്യാറുമല്ല. അവർക്കെതിരെയുള്ള ഏറ്റവും വലിയ ബ്രിട്ടീഷുകാരുടെ ആരോപണം, ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് ആരോപണമുണ്ട്. ഒരു ആരോപണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പറയുന്ന വിലയേക്കാൾ, ഇപ്പം നമ്മൾ കുരുമുളകിന് പറയുന്ന വിലയേക്കാൾ കുറച്ചധികം വില കൊടുത്ത് അത് വാങ്ങാനുള്ള ചാരന്മാരെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബിസിനസ്സിലെ ചാരന്മാരെ നിയോഗിച്ചുകൊണ്ട് കോട്ടയം രാജാവ്, കോലത്തിരി രാജാവ്, അങ്ങനെ അങ്ങോട്ടുള്ള എല്ലാ ഭാഗത്തുള്ള ചരക്ക് കൊടുക്കാൻ സാധ്യതയുള്ള രാജാക്കന്മാരുണ്ട്, കുരുമുളകും മറ്റൊക്കെ. അവരെയൊക്കെ പോയി മൊബിലൈസ് ചെയ്തിട്ട് ഈ ഉള്ളിലെ കൂടി രഹസ്യമായിട്ടാണ് ഇത് നടക്കുന്നത്. ഇങ്ങനെ ചെയ്തതിൻ്റെ അടിസ്ഥാനം ബ്രിട്ടീഷുകാർക്ക് ഭയങ്കര തലവേദന സൃഷ്ടിച്ച ഒരാളാണ് ജുനൂമ ബീവി. അതായത് ഒരു മദ്രാസ് രേഖകളിൽ നമ്മൾ വേറെ കാണുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്ന കത്തുണ്ട്. അതായത് വില്യം ലോ എന്ന് പറയുന്ന ഭരണാധികാരി തലശ്ശേരിയിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്ന കത്തിൽ പറയുന്നത് ഈ സ്ത്രീ ഭയങ്കരം തലവേദനയാണ് നമുക്ക്. അതുകൊണ്ട് തന്നെ ഇവരുടെ കപ്പലുകൾ, ഇവരുടെ നോർത്തിലേക്കുള്ള, അതായത് ഗുജറാത്തിലേക്കും അതുപോലെ തന്നെ കറാച്ചിയിലേക്കുമുള്ള ഇവരുടെ കപ്പലുകൾ ബോംബെയിലുള്ള നമ്മുടെ പിന്നെ ആർമിയെ വെച്ച്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബോംബെ ടെറിട്ടറിയെ വെച്ച് ഇതിനെ പൂട്ടണം അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യണം, എന്നിട്ട് ഇവരെ നിലക്ക് നിർത്തണം, ഇവരെ പാഠം പഠിപ്പിക്കണം എന്നൊക്കെ കത്തെഴുതുകയാണ് ഇംഗ്ലണ്ടിലേക്ക്. അതായത് കണ്ണൂരിലെ ഭരണാധികാരിക്കെതിരെ തലശ്ശേരിയിലുള്ള ബ്രിട്ടീഷിൻ്റെ ഹെഡ്, കാരണം ഇവരെ അവിടുന്ന് പെർമിഷൻ കിട്ടിയാലേ എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ഇവർക്ക് സ്വന്തമായിട്ട് അടിക്കാനും പറ്റില്ല, കാരണം ഒരു റെസ്പെക്റ്റിലാണല്ലോ നമ്മൾ പോകുന്നത്. പക്ഷെ പിന്നീട് കാണുന്നത്, ഇപ്പോൾ ജുനൂമ ബീവിയുടെ കാലഘട്ടത്തിന് ശേഷം മറിയുമ്മ ബീവിയുടെ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മൾ കാണുന്നത് വെച്ചാൽ, ചരിത്രത്തിൽ കാണുന്നത് മറിയുമ്മ ബീവിയെ, അതായത് ജുനൂമയുടെ മകളാണ്, മറിയുമ്മ ബീവിയെ ജയിലിലടക്കുന്നുണ്ട്. കണ്ണൂർ കോട്ടക്കകത്തുള്ള ജയിലിലടക്കുന്നു. അതായത് അറക്കലിലെ ഭരണാധികാരി, സ്ത്രീ ഭരണാധികാരിയായ മറിയുമ്മ ബീവിയെ ബ്രിട്ടീഷുകാർ പിടിച്ചുകൊണ്ടുപോയി ജയിലറകളിൽ അടക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം കോംപ്രമൈസ് ചെയ്യാത്തൊരു ചരിത്രം അറക്കലുണ്ടായി. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ 1888 1888 ശേഷം സ്വാഭാവികമായിട്ടും ശക്തി ക്ഷയിച്ച് ദുർബലമായ ഒരു അറക്കൽ നമ്മൾ കാണുന്നുണ്ട് ചിത്രത്തിൽ. ഇപ്പോൾ സുൽത്താനായിട്ട്, അതായത് ബ്രിട്ടീഷ് ഇന്ത്യ കമ്പനിയാണ് എല്ലാം ചെയ്യുക, സുപ്രീം സോവറിനിറ്റി ഒന്നുമില്ല. പിന്നെ അറക്കലിന് 88 ശേഷം ഒരു സുൽത്താൻ പദവി നൽകിക്കൊണ്ട്, ഒരു ഖാദി പദവിയൊക്കെ നൽകിക്കൊണ്ട്, അവർക്ക് ചില കാര്യങ്ങൾ മാത്രം പ്രിവിലേജുകൾ നൽകിക്കൊണ്ട് കാര്യങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു മുന്നോട്ട് പോക്കിൽ പിന്നീട് നമ്മളെ വളരെ അടുത്ത കാലത്ത്, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നടന്ന സംഭവം 1930-കളിലൊക്കെ അവർ ഖാൻ ബഹദൂർ പട്ടമൊക്കെ നൽകുന്നുണ്ട് അറക്കൽ ഭരണാധികാരിക്ക്. ഖാൻ ബഹദൂർ പട്ടം എന്ന് പറഞ്ഞാൽ ലോയൽ ടു ദ ബ്രിട്ടീഷ്, ബ്രിട്ടീഷുകാരോട് അത്രയും ലോയൽ ആവുന്ന ഒരാൾക്ക് മാത്രമേ അവർ ആ മെഡൽ കൊടുക്കൂ. അത് വാങ്ങുന്ന ആൾ അബ്ദുറഹ്മാൻ അലി രാജ അറക്കലുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ആ കാലഘട്ടം ആകുമ്പോഴേക്കും വേറെ വകയില്ല, കാരണം അത്രത്തോളം ബ്രിട്ടീഷുകാർ വരിഞ്ഞു മുറുക്കി അറക്കലിന്. അറക്കലിൻ്റെ കാരണം വെച്ചാൽ അറക്കൽ എന്ന് പറഞ്ഞാൽ ലാൻഡ് ലോഡ്സ് അല്ല, അറക്കൽ ആക്ച്വലി കച്ചവടം ചെയ്തിട്ട് അതിലൂടെ അഭിവൃദ്ധിപ്പെട്ട രാജാക്കന്മാരാണ്. അവർ വലിയ ലാൻഡുകൾ കീഴടക്കിയിട്ടോ അല്ലെങ്കിൽ ലാൻഡിൽ നിന്നുള്ള വരുമാനത്തെക്കാളും അവർ ആശ്രയിച്ചിരിക്കുന്ന കച്ചവട വരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ അറക്കലിന് ദ്വീപുകളിൽ സ്വാധീനം ഉണ്ടായിരുന്നു, കൺട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ കടലിൽ വലിയ കൺട്രോൾ ഉണ്ടായിരുന്നു, കടലിൽ ഒരുപാട് കപ്പലുകൾ ഉണ്ടായിരുന്നു, മാലദ്വീപ്സിൽ ഉൾപ്പെടെ സ്വാധീനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നഷ്ടപ്പെടുന്നതോടുകൂടി അറക്കൽ ഡൗൺ ആവുന്നു. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷുകാർ പറയുന്നത് പോലെ ആക്ട് ചെയ്യപ്പെടേണ്ട അവസ്ഥയിലേക്ക് അറക്കൽ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അബ്ദുറഹ്മാൻ അലി രാജയെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം കൂടി പറയേണ്ട, അദ്ദേഹം വെറും ഒരു ഖാൻ ബഹദൂർ മേടിയെടുക്കുന്നു എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ മാപ്പിള സ്കൂളുകൾ സ്ഥാപിക്കുന്നിടത്ത്, അതായത് സ്കൂളുകളിലേക്ക് പിന്നെ കുട്ടികളെ അയക്കുന്നില്ല മുസ്ലിം സമുദായം. അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം സമുദായത്തെ സ്കൂളിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. ആ പദ്ധതിയിലേക്ക് ലീഡ് ചെയ്യാൻ വേണ്ടി മുസ്ലിങ്ങളിൽപ്പെട്ട 2 ആളുകളെ അവർ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിലൊരാൾ അബ്ദുറഹ്മാൻ അലി രാജയാണ്. കാരണം അബ്ദുറഹ്മാൻ അലി രാജയ്ക്ക് വേറെ പ്രത്യേകതയുണ്ട്. അബ്ദുറഹ്മാൻ അലി രാജ വെറും അറക്കൽ രാജാവ് മാത്രമല്ല, അദ്ദേഹം MLC കൂടിയാണ്, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ. MLA എന്ന് പറയും നമ്മൾ ഇന്നത്തെ, അന്ന് MLC എന്നാണ് പറയാം. അപ്പോൾ മദ്രാസിലെ MLC, മദ്രാസ് അസംബ്ലിയിലേക്കുള്ള MLC കൂടിയായ കണ്ണൂരിലെ രാജാവാണ് ഈ അബ്ദുറഹ്മാൻ. അപ്പോൾ അദ്ദേഹത്തെ ഈ പദ്ധതി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അദ്ദേഹം കാസർഗോഡ് മുതൽ എറണാകുളം അല്ലെങ്കിൽ തൃശ്ശൂരോ അല്ലെങ്കിൽ പാലക്കാട് വരെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട്, മലബാറിലൂടെയൊക്കെ സഞ്ചരിച്ചുകൊണ്ട് അദ്ദേഹം
ഈ മുസ്ലിങ്ങളെ ഗൈഡ് ചെയ്യണം, സ്കൂളിലേക്ക് വരണം. അപ്പോൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യപ്പെട്ട സ്കൂളുകളാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മാപ്പിള സ്കൂളുകൾ. പ്രത്യേക പ്രോജക്റ്റാണത്, ബ്രിട്ടീഷ് പ്രോജക്റ്റാണ്. അത് മാപ്പിളമാരെ ഈ അവർ പറയുന്ന അവരുടെ ഒരു ഫെനാറ്റിക് മാപ്പിള എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഈ ഹിസ്റ്റോറിയൻസ് ഒക്കെ പറയും മാപ്പിളമാരെ കുറിച്ച് അവർ പറയുന്നതാണ് ഭയങ്കര ഫെനാറ്റിക് ആയിട്ടുള്ള, ഭയങ്കര ഭ്രാന്തമായ, എന്താ പറയുക, ഇത് അവരോടുള്ള വിദ്വേഷം കൊണ്ട് നടക്കുന്ന അഗ്രസീവായ ഒരു മാപ്പിളാണ്. അതിനെ മെല്ലനും സ്കൂളൊക്കെ ചെയ്ത് പഠിപ്പിച്ചാൽ ഇതൊക്കെ മാറിയെടുക്കാൻ പറ്റും, നല്ല ഗുഡ് മുസ്ലിം ആവും എന്നുള്ളതാണ്. ഒരു ബാഡ് മുസ്ലിം, ഗുഡ് മുസ്ലിം എന്നൊക്കെ ഉള്ള ആ സാധനമൊക്കെ അവരുടെ മൈൻഡിലുണ്ടായിരുന്നു. അപ്പോൾ അതിനാണ് സ്കൂളുകൾ അവർ സ്ഥാപിക്കുന്നത്, ഇവിടുത്തെ മാപ്പിളാരെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവരൊക്കെ സമരം ചെയ്യും. അപ്പോൾ സമരം ചെയ്യാത്ത നല്ല മാപ്പിളാരായി ഇവരെ കിട്ടണമെങ്കിൽ ഫൈൻ ട്യൂൺ ചെയ്ത് കൊണ്ടുവരണം, വരാം സ്കൂളിലൊക്കെ പഠിപ്പിച്ച് നല്ല മക്കളാക്കി കൊണ്ടുവരണം എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ ഞാൻ 2 വായനയും നമുക്ക് വേണം. അറക്കലും ഈ കൊളോണിയൽസ് ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്, അക്കാഡമിക്കലി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒരേപോലെയല്ല. അപ്പോൾ അബ്ദുറഹ്മാൻ ആൽ രാജയുടെ സമയത്തുള്ള സിറ്റുവേഷൻ അങ്ങനെയാണ്. കാരണം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും, കാരണം അവരുടെ സാമ്പത്തികമായ അവസ്ഥയൊക്കെ തളർന്ന് കിടക്കുന്ന സമയമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏൽപ്പിക്കുന്ന, അപ്പോൾ ഒരർത്ഥത്തിൽ നോക്കിയാൽ വളരെ നല്ല കാര്യമാണ്. കാരണം മുസ്ലിങ്ങൾക്ക് എഡ്യൂക്കേഷൻ കിട്ടുന്ന, മുസ്ലിങ്ങൾക്ക് മെയിൻ സ്ട്രീമിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു പ്രോജക്റ്റാണത്. അപ്പോൾ അത് അതിൽ വിജയിച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് കണ്ണൂർ ജില്ലയിൽ തന്നെ കാണാൻ പറ്റും. ഇഷ്ടംപോലെ മാപ്പിള LP സ്കൂളുകൾ, മാപ്പിള സ്കൂളുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ആ ഒരു പിന്നെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു കൊടുങ്ങല്ലൂർ കേന്ദ്രീകരിച്ച്, തൃശ്ശൂർ ജില്ല കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു MLC കൂടി, ഒരു മുസ്ലിം MLC ഉണ്ടായിരുന്നു, മണപ്പാട് ഫൗണ്ടേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ ആ ഒരു ആളും കൂടി ഈ പ്രോജക്റ്റിൽ അബ്ദുറഹ്മാൻ ആൽ രാജയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് വായിക്കാൻ പറ്റുന്നത്. അപ്പം ഇപ്പം നമ്മളോട് പറഞ്ഞ പോലെ ഈ സ്പൈസസിൻ്റെ എൻറൂട്ടൊക്കെ ഈ കണ്ണൂരിൽ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ പറ്റിയിരുന്ന ഒരു കാലമായിരുന്നു അത്. സ്പൈസസ് എന്ന് പറയുമ്പം അതിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ നമുക്കിപ്പോൾ ഈ രേഖകളിലൂടെ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് വളരെ അടുത്ത് നടന്ന കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുക. ഇപ്പോൾ ഉണ്ട് തന്നെയാണ്. അപ്പോൾ ഡച്ച് രേഖകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡച്ച് രേഖകളിലുള്ള കച്ചവട രേഖകൾ ഒരുപാട് സ്പൈസസിനെ കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഫ്രഞ്ച് ഇപ്പോൾ വന്നിരിക്കുന്ന ലീന മുറയുടെ പുസ്തകത്തിൽ പരാമർശിക്കുന്ന ഒരുപാട് രേഖകൾ. അതുപോലെ തന്നെ ഈ പോർച്ചുഗീസ് രേഖകൾ, അതും കൊളോണിയൽ രേഖയാണ്. ഇതിലൊക്കെ സ്പൈസസിൻ്റെ പിന്നെ കയറ്റുമതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്നല്ല ഇത് വരുന്നത്, ഇത് കൂർഗ് ഉൾപ്പെടെ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്നാണ് കണ്ണൂർ തുറമുഖത്തേക്ക് വരുന്നത്. എക്സാക്ട്ലി ആ ഒരു ബേ ഉപയോഗിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ ഒരു തുറമുഖത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഇമ്പോർട്ടിങ് പോലുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ രേഖകൾ ഈ അടുത്ത കാലത്തുള്ള രേഖകളാണ്. പക്ഷെ നമ്മൾ പറയുമ്പോൾ സ്പൈസ് റൂട്ട് എന്നൊക്കെ പറയുമ്പോൾ 2000 വർഷം മുമ്പേ ഉണ്ടായിരുന്ന രേഖകളെ കുറിച്ചൊക്കെ അല്ലെങ്കിൽ പറയേണ്ടി വരും. അപ്പോൾ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് പഴയ ഈ പെരിക്ലസ് ഓഫ് എരിത്രിയം എന്ന് പറയുന്ന 2000 വർഷം മുമ്പ് BC 1-ാം നൂറ്റാണ്ടിലൊക്കെ കണ്ണൂരിൻ്റെ പേരെന്തായിരുന്നു, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു കണ്ണൂരിനെ വിളിച്ചിരുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന നൗറ എന്ന് പറയുന്ന പേര് കണ്ണൂരിനെ ആ ഡോക്യുമെന്റിൽ മാർക്ക് ചെയ്തിരിക്കുന്ന നൗറയായിട്ടാണ്. അപ്പോൾ നൗറ പട്ടണം അല്ലെങ്കിൽ നൗറ തുറമുഖം എന്ന് പറയുന്നത് ഈ കണ്ണൂർ ഇന്ന് നിലനിൽക്കുന്ന ഈ പ്രദേശത്തെ അന്ന് ലാറ്റിൻ ഭാഷയിൽ വിളിച്ച, കാരണം ലാറ്റിൻ ഭാഷയിലാണ് ആ ഡോക്യുമെന്റ്സ് ഉള്ളത്, അതിൽ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെ ഒരു തുറമുഖത്തിൻ്റെ പ്രാധാന്യം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ സമയത്ത് തന്നെ ഈ കുരുമുളക് പോലുള്ള സ്പൈസസുകളുടെ കയറ്റുമതിയും മറ്റുമൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കുരുമുളക് അവർ യൂസ് ചെയ്തത് എങ്ങനെയായിരുന്നു, എന്തിനു വേണ്ടിയായിരുന്നു എന്നുള്ളത് നമ്മുടെ തന്നെ ഒരു കോൺവെർസേഷനിൽ പറയണ്ടായിരുന്നു. കുരുമുളക് പ്രിസർവേറ്റീവ് എന്നതിലുപരി, അതായത് നമ്മൾ പറയുന്ന പഴയ കാലത്ത് കുരുമുളക് വ്യാപകമായി ഇവിടെ നിന്ന് യൂറോപ്പിലേക്കും അല്ലെങ്കിൽ മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ കൊണ്ടുപോയത് ഒന്ന് പ്രിസർവ് ചെയ്യാൻ തന്നെയാണ്, മീറ്റ് പ്രിസർവ് ചെയ്യാനാണ്. അപ്പോൾ അതിൽ നമുക്ക് അഡീഷണൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം ഈജിപ്ഷ്യൻ മമ്മികളെ കുറിച്ചിട്ടുള്ള പഠനത്തിൽ, ഈജിപ്ഷ്യൻ മമ്മികളെ കുറിച്ചിട്ടുള്ള ഗവേഷണത്തിലൊക്കെ ആ മമ്മികൾക്കകത്ത് നിന്നും എന്ത് കിട്ടിയിട്ടുണ്ട്, മലബാറിലെ കുരുമുളക് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ്. കുരുമുളകിൻ്റെ അപ്പോൾ അത്രയും വർഷം മുമ്പ് തന്നെ മലബാറുമായിട്ട് വ്യാപാര ബന്ധങ്ങളിൽ അല്ലെങ്കിൽ കുരുമുളക് പോലുള്ള വസ്തുക്കളുടെ കയറ്റുമതിയിലൊക്കെ മലബാറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ JD30 എന്ന് പറയുന്നൊരു ഗ്രേഡ് ഉണ്ട് കുരുമുളകിന്. പല ബ്രാൻഡ് ഉണ്ടാവില്ല കുരുമുളകിൻ്റെ, ഒരുപാട് ബ്രാൻഡുണ്ട്. അപ്പോൾ ഭയങ്കര ആധികാരികമായിട്ട് ഞാൻ പറയാൻ ആളല്ല, കാരണം ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ JD30 എന്ന് പറയുന്ന തെലിച്ചേരി JD30 എന്ന് പറയുന്ന ഗ്രേഡ് കുരുമുളക് ഇന്നും കുരുമുളകിൻ്റെ ഒരു മാർക്കറ്റിൽ പുറത്ത് വെസ്റ്റേൺ വേൾഡിൽ യൂറോപ്പിലൊക്കെ
ആ മാർക്കറ്റിൽ അത്തരത്തിലുള്ള ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നതായിട്ടാണ്. അതൊന്നും നമ്മുടെ നാട്ടിൽ നിന്നല്ല ഇപ്പോൾ പോകുന്നത്, പക്ഷെ നമ്മുടെ നാട്ടിലെ പേരും ചില ഗ്രേഡുകളൊക്കെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ ഈ ഹിസ്റ്റോറിക്കലി നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ JD30 എന്നുള്ള പേരൊക്കെ വരുന്ന ബ്രിട്ടീഷുകാരുടെ ഇൻഫ്ലുവൻസിന് ശേഷമാണ്. പക്ഷേ മമ്മികളുടെ കാര്യം പറയുമ്പോൾ അത് വളരെ പഴയ ഒരു കാലഘട്ടത്തിലെ ചരിത്രമാണ്. അപ്പോൾ കുരുമുളക് യഥാർത്ഥത്തിൽ നമ്മുടെ നാടിനെ ഗ്ലോബലി കണക്ട് ചെയ്യാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കാരണമായിട്ടുള്ളൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. ഓക്കെ, ഇപ്പം തലശ്ശേരിയെ പരാമർശിച്ചത് കൊണ്ട് തലശ്ശേരി നമ്മൾ ഈ കൊളോണിയലിസം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് നോക്കുകയാണെങ്കിൽ തലശ്ശേരിയിൽ ഒരുപാട് ഇന്ത്യയിലെ ആദ്യത്തെ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലേ. ഇപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്ന അല്ലെങ്കിൽ പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? അങ്ങനെ ക്രിക്കറ്റ്, സർക്കസ്, അങ്ങനെയൊക്കെയുള്ള. ഇത് ഈ പറഞ്ഞ പോലെ വളരെ ജനറലായിട്ട് തന്നെ തലശ്ശേരി മാർക്കറ്റ് ചെയ്യപ്പെടുന്നത് ആദ്യത്തെ എന്നുള്ള നിലക്കാണ്. അപ്പോൾ ഈ ആദ്യത്തെ എന്ന് വരുമ്പോൾ തന്നെ അതൊരു കൊളോണിയൽ ശബ്ദമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തലശ്ശേരിക്കാർക്ക് അതിനേക്കാൾ വലിയ സംഗതികളൊക്കെ അല്ലെങ്കിൽ അതിനേക്കാളും വലിയ രീതിയിൽ തന്നെ തലശ്ശേരിയെ പറയാൻ പറ്റുന്ന ഒരുപാട് സംഗതികൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ എന്നുള്ള ഒരു കൊളോണിയൽ സാധനം അല്ലാതെ അതിനപ്പുറത്തേക്കും തലശ്ശേരിക്ക് സ്വന്തമായി ഒരു ഐഡൻറ്റിറ്റി, കൾച്ചറൽ ഐഡൻറ്റിറ്റി, ഒരു എക്കണോമിക്കൽ ഐഡൻറ്റിറ്റി ഒക്കെ ഉണ്ട്. വളരെ സമ്പന്നമായ ഒരു ഭൂതകാലം തലശ്ശേരിക്ക് എന്തായാലും ഉണ്ട്, അതിലൊരു സംശയവുമില്ല. ആ അർത്ഥത്തിൽ അവർ പുതിയ കാലത്ത് സ്വാധീനിക്കപ്പെടുകയാണല്ലോ. നമ്മൾ പഠിക്കുമ്പോൾ ക്രിക്കറ്റ് കൊണ്ടുവന്ന ബ്രിട്ടീഷുകാരാണ്. അപ്പോൾ ആ ക്രിക്കറ്റിനെ വെച്ച് തന്നെ നമ്മൾ അത് പറയുന്നു. അല്ലെങ്കിൽ കേക്ക്, അപ്പോൾ കേക്കിൻ്റെ ഒരു പ്ലം കേക്കിൻ്റെ ഒരു ഹിസ്റ്ററി പറയുമ്പോൾ തലശ്ശേരി പരാമർശിക്കപ്പെടുന്നു. അതല്ലെങ്കിൽ സർക്കസ്, അതും അവരുടെ ഒരു കരിക്കുലവുമായി ബന്ധപ്പെട്ട്, ബ്രിട്ടീഷുകാരുടെ എഡ്യൂക്കേഷണൽ കരിക്കുലവുമായി ബന്ധപ്പെട്ട്, PT ട്രെയിനിങ്ങുമായി ബന്ധപ്പെട്ടാണ് ആ കഥ തന്നെ വരുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ അതിനേക്കാൾ അപ്പുറത്തേക്ക് തലശ്ശേരിക്ക് ഈ പറഞ്ഞ പോലെ കുരുമുളകിൻ്റെ കോട്ടനാര എന്ന് പറയുന്ന കുരുമുളക്, കോട്ടനാര എന്ന് പറയുന്നത് തലശ്ശേരിയിൽ നിന്നുള്ള കുരുമുളകിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ആ അർത്ഥത്തിൽ തലശ്ശേരി തുറമുഖം വഴി വ്യാപാരം ചെയ്യപ്പെട്ട കുരുമുളകിൻ്റെയും അതുപോലെ തന്നെ തലശ്ശേരിയിലുള്ള വലിയ വ്യാപാര കുടുംബങ്ങൾ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഉണ്ടായിരുന്ന വലിയ ട്രേഡ് ചെയ്ത കുടുംബങ്ങളെക്കുറിച്ചും, അതുപോലെ തന്നെ തലശ്ശേരിയുടേതായ സവിശേഷതകൾ. ഇപ്പോൾ തലശ്ശേരി എന്ന് പറയുന്നത് കണ്ണൂരിൻ്റെയും മാഹിയുടെയും ഇടയിലുണ്ടായ സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ണൂരിൻ്റെയും മാഹി എന്ന് പറയുമ്പോൾ മാഹി നമുക്കറിയാലോ ഒരു ഫ്രഞ്ച് കോളനിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ബ്രിട്ടീഷുകാരുടെ ഒരു ക്യാപിറ്റലായി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം ഈ ബ്രിട്ടീഷുകാരാൽ നിയമിക്കപ്പെട്ട ഒരു ചരിത്രം ആയിട്ടത് പറയപ്പെടുന്നു എന്നുള്ളൊരു പരിമിതി തലശ്ശേരിക്കുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് അതിനെ മറികടക്കാൻ തലശ്ശേരിക്കാർ കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് തലശ്ശേരിയിലുള്ള ഈ ഭക്ഷണങ്ങൾ, തലശ്ശേരിയിലെ വിഭവങ്ങൾ, തലശ്ശേരിക്കാരുടെ ബിരിയാണി അല്ലെങ്കിൽ തലശ്ശേരിക്കാരുടെ ഭക്ഷണ വൈവിധ്യങ്ങൾ, ഇതിലൊക്കെ ബ്രിട്ടീഷുകാർക്ക് മുമ്പ് തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ തലശ്ശേരി ഗതകാല തലശ്ശേരി എന്ന്, പിന്നെ തലശ്ശേരിയുടെ ഗതകാലത്തെക്കുറിച്ച് വളരെ കൃത്യമായി എഴുതിയ നമ്മുടെ പ്രൊഫസർ സുബൈർ സാർ, അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട്. അദ്ദേഹം വളരെ മനോഹരമായി തലശ്ശേരിയുടെ ഗതകാലത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിൽ അദ്ദേഹം ഒരു മുസ്ലിം കേക്കിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേക്ക് പറയാൻ കാരണം ഈ കേക്ക് ഇത്രയും ഗ്ലോറിഫൈ ചെയ്യപ്പെട്ടതാണ്, പ്ലം കേക്ക് ഗ്ലോറിഫൈ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അവരിവിടെ എന്ത് കണ്ടിട്ടുണ്ട്, ഒരു വേറൊരു കേക്ക് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരാ അതിനെ വിളിച്ചത് മുസ്ലിം കേക്ക് എന്നാണ്. കാരണം വെച്ചാൽ മുസ്ലിങ്ങൾക്കിടയിൽ ആ കേക്ക് കണ്ടു, മുസ്ലിങ്ങളെ വീടുകളിൽ അത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുട്ട ഉറപ്പിച്ചിട്ടാക്കുന്നില്ലേ, മുട്ട ഉറപ്പിച്ചാക്കുന്നത്. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ അവർ കേക്ക്, മുസ്ലിം കേക്ക് എന്ന് വിളിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ പ്രൊഫസർ സുബൈറിനെ പോലുള്ള ആളുകളൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് തലശ്ശേരിക്കാർക്ക് ഈ കൊളോണിയൽ ഇതിനപ്പുറത്തേക്ക് മറികടന്നുകൊണ്ട് തലശ്ശേരിയെ പറയാനും അതിനെ പ്രചരിപ്പിക്കാനൊക്കെ പറ്റും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം നമ്മുടെ കല്യാണ സദസ്സുകളിൽ കാണുന്ന പാട്ടുകളായാൽ പോലും സിറ്റിയും തലശ്ശേരിയാണ് ശരിക്കും അല്ലെ, നമ്മുടെ മംഗലപ്പാട്ട് എന്ന് പറയുന്ന ഒരു ഇതിനെ ഭയങ്കരമായിട്ട് കൊണ്ടാടുന്നത്. അതാണ് ആ ഒരു പ്രൗഡ്ലി അതിനെ ഇപ്പോഴും ആ പാരമ്പര്യത്തെ, ആ കലകളെ, ആ സൗന്ദര്യത്തെ ഒക്കെ കൊണ്ടു നടക്കുന്ന ഒരു ആളുകൾ എന്നുള്ള നിലയ്ക്ക് തലശ്ശേരിക്കാർ ആ അർത്ഥത്തിൽ വളരെ ആദരവും വളരെ ബഹുമാനവും അർഹിക്കുന്നുണ്ട്. കാരണം അവരതിൽ എനിക്ക് തോന്നുന്നു മറ്റ് പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു മാതൃകയാണ്. ഈവൻ തലശ്ശേരിയുടെ നമ്മുടെ ഇപ്പോഴത്തെ ജനപ്രതിനിധി, നമ്മുടെ കേരളത്തിൻ്റെ സ്പീക്കർ കൂടിയായിട്ടുള്ള ഷംസീർ സാർ, അപ്പോൾ അദ്ദേഹമൊക്കെ എടുക്കുന്നൊരു എഫേർട്ട്, കാരണം തലശ്ശേരിയുടെ ഹെറിറ്റേജിനെയും തലശ്ശേരിയുടെ പൈതൃകത്തെയും തലശ്ശേരിയുടെ സാംസ്കാരിക സമ്പത്തിനെയും ഒക്കെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ആ അർത്ഥത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ആ നാടിൻ്റെ
ആ പൈതൃകത്തോടും സംസ്കാരത്തോടും ഒക്കെ കാണിക്കുന്ന ഒരു അറ്റാച്ച്മെൻറ്റ്, അതൊക്കെ അവരുടെ ഭാഗ്യമാണ്. തലശ്ശേരിയിലുള്ള ജനങ്ങളെ സംബന്ധിച്ചുള്ള വലിയൊരു സൗഭാഗ്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരാൾ ഇല്ലാലോ എന്നുള്ള ഒരു പിന്നെ പലപ്പോഴും ഗ്യാപ്പ് ഫീൽ ചെയ്യാറുണ്ട്. സർക്കാർ എന്നൊക്കെയുള്ള പല വിഷയങ്ങളും വരുമ്പോൾ അദ്ദേഹം നമ്മുടെ നാട്ടിലെ MLA ആയിരുന്നെങ്കിൽ എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ തലശ്ശേരിക്കാരോട് പറയാനുള്ളതാണ്, ഇതിനെ മറികടക്കണം. അവർ ഈ ബ്രിട്ടീഷ് ഇതിൽ നിന്ന് മറികടന്നുകൊണ്ട് അവരുടെ ഈ പിന്നെ വ്യാപാര പാരമ്പര്യത്തിലും അവരുടെ തുറമുഖ വ്യാപാരങ്ങളിലുള്ള അവരുടെ മികവും മറ്റുള്ള സ്വാധീനങ്ങളും ഒക്കെ കൾച്ചറൽ സിഗ്നിഫിക്കൻസ് ഒക്കെ പറയാനൊക്കെ ശ്രമിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പം തലശ്ശേരിയിൽ നിന്ന് നേരെ നമുക്ക് നോർത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത് പയ്യന്നൂരാണ്. പയ്യന്നൂരിനൊരു കഥയുണ്ട് അല്ലേ, നമ്മുടെ പവിത്ര മോതിരത്തിൻ്റെ ഒരു കഥ. അപ്പോൾ ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയില്ല അല്ലേ, നമ്മുടെ പയ്യന്നൂരാണ് ആ ഒരു പവിത്ര മോതിരത്തിൻ്റെ ഉത്ഭവം എന്നുള്ളത്. നമ്മുടെ ആ സാധാരണ രീതിയിൽ നിന്ന് മാറി ഗോൾഡിലേക്ക് വരുന്ന ഒരു ഉത്ഭവം പയ്യന്നൂരാണ് സംഭവിക്കുന്നതെന്നും ഒട്ടുമിക്ക പേർക്കും അറിയില്ല. അപ്പം എന്താണ് ആ ഒരു കഥ? ആ ഒരു പവിത്ര മോതിരത്തിലേക്ക് ചുരുക്കാതെ എനിക്ക് തോന്നുന്നത്, നിങ്ങൾ കണ്ണൂരിൻ്റെ തെക്ക് ഭാഗത്ത് നിന്ന് നേരെ കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്തേക്ക് പോയത്. അപ്പോൾ കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്തിൻ്റെ ഒരു പ്രത്യേകത, അത് വളരെ സവിശേഷതയാണ്. ഏറ്റവും കൂടുതൽ സ്കിൽഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകൾ ഇന്നും, ഇപ്പോൾ ഈവൻ മലയാള സിനിമയെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ, ആർട്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പിന്നെ ആർട്ടുമായി ബന്ധപ്പെട്ട് ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ് പഴയങ്ങാടി മുതൽ പയ്യന്നൂർ വരെയുള്ള സ്ഥലം. ഉറപ്പായും. അപ്പം അത് പാരമ്പര്യമാണ്. അത് ഒരിക്കലും അങ്ങനെ ഈ ഒരു പുതിയ കാലത്ത് മാത്രം ഉണ്ടായ ട്രെൻഡല്ല. നൂറ്റാണ്ടുകളായി ഈ കണ്ണൂരിൻ്റെ വടക്ക് ഭാഗത്തുള്ള ആളുകൾ ക്രാഫ്റ്റ്മാൻഷിപ്പിൽ വളരെയധികം മുന്നിൽ നിൽക്കുന്ന ആളുകളാണ്. അവരുടെ ക്വാളിറ്റി ഓഫ് വർക്ക് വളരെ ഡിഫറെൻ്റ് ആണ്. ആർട്ടിൽ അതിന് എനിക്ക് തോന്നുന്നത്, ഞാൻ പല ആളുകളോട് ആ ഭാഗത്തുള്ള ആളുകളോടൊക്കെ മുതിർന്ന ആളുകളോടൊക്കെ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നിയത്, അവർ പല നൂറ്റാണ്ടുകളായി ഈ ആർട്ടുമായി റിലേറ്റഡ് ആണ്. അവരുടെ ജീവിതത്തിൽ തന്നെ ആർട്ട് ഉണ്ട് എന്നുള്ളതാണ്. തെയ്യം പോലുള്ള പൗരാണിക കലകൾ, അതിലുള്ള നിറങ്ങൾ, അതിൽ വരുന്ന വേഷങ്ങൾ, അതിൻ്റെ നിർമ്മാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ്, സൂക്ഷ്മമായ ആർട്ടിനെ നൂറ്റാണ്ടുകളായി കൊണ്ടു നടക്കുന്നതുകൊണ്ട് തന്നെ ആർത്തത്തിൽ തന്നെ കുഞ്ഞിമംഗലം പോലുള്ള, പയ്യന്നൂർ കുഞ്ഞിമംഗലം പോലുള്ള ബെൽമെറ്റൽ വില്ലേജുകൾ, അവിടെയുള്ള ബെൽമെറ്റൽ ആർട്ടിസ്റ്റുകൾ, അപ്പോൾ അതുപോലെ തന്നെ ക്രാഫ്റ്റുമായി ബന്ധപ്പെട്ട് പവിത്ര മോതിരത്തെക്കാളും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരുപാട് നിർമ്മിതികൾ നമുക്ക് അതിൻ്റെ ചുറ്റുമുള്ള പല ഗ്രാമങ്ങളിലും കാണാം. പവിത്ര മോതിരം ഇത്രയധികം ചർച്ച ചെയ്യപ്പെടുന്നത് തന്നെ എന്താ വെച്ചാൽ, അത് ഒരു അമ്പലം കേന്ദ്രീകരിച്ചുകൊണ്ട്, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ പർച്ചേസ് ചെയ്യപ്പെടുന്നു, അല്ലെങ്കിൽ അത്തരം ആളുകൾ പൂജക്കും മറ്റും ഉപയോഗിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. പക്ഷേ മറ്റൊന്നും അങ്ങനെ ചർച്ചയാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ അവിടെ ഒരുപാട് കാര്യങ്ങൾ ആർട്ടുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. അതിപ്പോഴും അവർ പിന്നെ കൊണ്ടു നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ ബ്ലഡിൽ അതുണ്ട്. അത് കണ്ണൂരിൻ്റെ വലിയ സൗഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. എനിക്കും ഒരുപാട് സുഹൃത്തുക്കൾ പഴയങ്ങാടി പയ്യന്നൂർ ഭാഗത്തുള്ള, അവരൊക്കെയും നല്ല ബ്ലെസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. നല്ല പിന്നെ ഫൈൻ ആയിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള റിസൾട്ട് തരുന്ന ആർട്ടിസ്റ്റുകളാണ്. ഓക്കെ, ഇപ്പം തെയ്യത്തിനെ കുറിച്ച് പറഞ്ഞത്, മറ്റു ജില്ലകളിൽ പൊതുവേ ഒരു എന്താ പറയുക, കാണാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ കുറച്ച് മാറ്റങ്ങളുള്ള ഒരു കാര്യമാണ് നമ്മുടെ കണ്ണൂർ തെയ്യം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാന്താര പോലുള്ള സിനിമകളിൽ ഭയങ്കരമായി കാണിക്കുമ്പം അവർ കാണുന്നത് അത് മാത്രം. പക്ഷെ നമ്മൾ കണ്ണൂർക്കാർക്ക് എന്താണ്, നമ്മുടെ നാട്ടിലെ അല്ലെ, നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന ഒരുപാട് തെയ്യങ്ങളിലെ ഒരു കഥാപാത്രമാണ് അത്. അപ്പം എന്താണ് തെയ്യം, എന്തുകൊണ്ട് ഈ കണ്ണൂരിൽ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റി? ഈ തെയ്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു റിച്വൽ, ഒരു ആരാധന രൂപമാണ്. ഒരു ഭക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലനിൽക്കുന്ന ഒരു, എന്നാൽ അതൊരു വലിയധികം കലയുടെ വലിയൊരു ഘടകം അതിലുണ്ട്. ഒരേ സമയം അതൊരു ആരാധനയുമാണ്, എന്നാൽ അതേ സമയം തന്നെ അതിൽ കല എന്ന് പറയുന്ന ഒരുപാട് കലയുണ്ട്. അതിൽ വാദ്യമേളങ്ങളുണ്ട്, അതുപോലെ തന്നെ ഈ നിറങ്ങളുണ്ട്, നിറച്ചാർത്തുകളുണ്ട്, അതുപോലെ തന്നെ മുഖവര പോലുള്ള വലിയ ആർട്ടുകൾ അതിൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നൃത്യങ്ങളുടെ ഒരു ഘടകം അതിലുണ്ട്. അതുപോലെ തന്നെ തോറ്റം, പാട്ടുകളുടെ സംഗീതാത്മകമായ തോറ്റങ്ങളുടെ വലിയൊരു ഘടകം അതിലുണ്ട്. അങ്ങനെ പിന്നെ ഭക്തി ഒബ്വിയസ്ലി ഭക്തിയുണ്ട്, ഭക്തി ഒരു ഘടകം തന്നെയാണ്. എന്നാലും ആ ഭക്തി മാറ്റി നിർത്തിയാൽ തന്നെ ഒരുപാട് ഘടകങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ തെയ്യത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ തെയ്യം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ പറയുന്ന സ്റ്റോറി ടെല്ലിംഗ് ആണല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു തെയ്യത്തേക്കാൾ വലിയൊരു സ്റ്റോറി ടെല്ലിംഗ് ഇല്ല. കാരണം തെയ്യം എന്ന് പറയുന്നത് ആയിരക്കണക്കിന് തെയ്യങ്ങളുണ്ട്. വടക്കൻ കേരളത്തിൽ കണ്ണൂരും കാസർഗോഡും ഉൾപ്പെടെ ആയിരക്കണക്കിന് തെയ്യങ്ങളുണ്ട്. അപ്പോൾ ഈ ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലെ വില്ലേജുകളിലെ തെയ്യങ്ങൾ സ്റ്റോറി ടെല്ലിംഗ് ആണ് യഥാർത്ഥത്തിൽ. അതായത് നൂറ്റാണ്ടുകൾക്കപ്പുറത്തെപ്പോഴോ അവരുടെ നാട്ടിലെ, അവരുടെ വില്ലേജിലെ ഒരു വൈൽഡ് അനിമലിൽ നിന്ന് രക്ഷിച്ചതാവാം,
അല്ലെങ്കിൽ ഒരു അസുഖങ്ങളിൽ നിന്ന് അവരെ രക്ഷിച്ചതാവാം, അല്ലെങ്കിൽ വേറെന്തോ ആപത്തിൽ നിന്ന് സഹായിച്ചതാവാം. അങ്ങനെ ഏതോ നിലക്ക് അവർ വിശ്വസിക്കുന്നു അവരുടെ നാട്ടിൻ്റെ ഒരു ഐക്കോണിക് ആയിട്ടുള്ളൊരു ഹീറോ, പഴയൊരു ഹീറോ, ആ ഹീറോയെ ദൈവത്തിൻ്റെ അവതാരമായിട്ടാണ് അവർ കാണുന്നത്. വെറുതെ ഒരു മനുഷ്യൻ നമ്മളെ സഹായിച്ചതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ദൈവത്തിൻ്റെ അവതാരമായി തന്നെ നമ്മളെ സഹായിക്കുന്നു, നമ്മുടെ സമുദായത്തെ, നമ്മുടെ സമൂഹത്തെ, നമ്മുടെ നാട്ടുകാരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. ആ അർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം എല്ലാ വർഷവും ആ കഥയെ, ആ അവതാരത്തെ റീകോൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അവരിതിനെ വളരെ കൃത്യമായി, മുസ്ലിങ്ങളെ ഭാഷയിൽ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ആണ്ടാണ്, ഒരു ആണ്ടോർമ്മ തന്നെയാണ്. എന്ന് വെച്ചാൽ ആ ഓർമ്മ പുതുക്കാണ് യഥാർത്ഥത്തിൽ. ആ റീകോളിംഗ് ആണ് യഥാർത്ഥത്തിൽ തെയ്യത്തിലൂടെ സംഭവിക്കുന്നത്, ആ സ്റ്റോറി ടെല്ലിങ്ങിലൂടെ സംഭവിക്കുന്നത്. അപ്പോൾ വ്യത്യസ്ത തെയ്യങ്ങൾ, വ്യത്യസ്ത കഥകൾ ആ നാടുമായി ബന്ധപ്പെട്ട്, ആ നാട്ടിലെ മനുഷ്യരുമായി ബന്ധപ്പെട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ആ നാട്ടിലെ ഓരോരുത്തർക്കും പേഴ്സണലി തെയ്യവുമായിട്ട് കണക്റ്റഡ് ആയിരിക്കും. കാരണം അവരുടെ ഒരു റിവൈവലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ഒരു നവോത്ഥാനത്തിൻ്റെ ഒരു കാര്യം കൂടി തെയ്യവുമായി കണക്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. കാരണം തെയ്യം പലപ്പോഴും കീഴാളരായ മനുഷ്യർ അല്ലെങ്കിൽ ബാക്ക്വേർഡ് ആയിട്ടുള്ള കാസ്റ്റിൽപ്പെട്ട മനുഷ്യരുടെ ഒരു ബ്രേക്ക് ചെയ്യുന്ന, അതിനെ പൊളിച്ച് മുമ്പോട്ട് പോകണം എന്നുള്ള ഒരു മെസ്സേജ് നൽകുന്നതായിട്ട് നമുക്ക് കാണാം. പല തെയ്യങ്ങളും അങ്ങനെയാണ്. കാരണം ആ തെയ്യത്തിൻ്റെ ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാ കാലത്തും അടിയാങ്ങളായി നിന്നുകൂടാ, നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് സമൂഹത്തിൻ്റെ മുന്നോട്ട് പോക്കിൽ അല്ലെങ്കിൽ സമൂഹത്തെ നയിക്കുന്നതിൽ നമുക്ക് റോള് ലഭിക്കണം എന്നുള്ള ആ ഒരു അർത്ഥത്തിലുള്ളൊരു റെവല്യൂഷണറി ആയിട്ടുള്ള മെസ്സേജ് തെയ്യം നൽകുന്നുണ്ട്, ആ കമ്മ്യൂണിറ്റിക്ക് നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ ഓരോ തെയ്യവും അതാത് നാട്ടിൽ പോയി, ഞാൻ പലപ്പോഴും തെയ്യങ്ങൾ കാണാൻ പോകുന്ന ഒരാളാണ്. ആ നാട്ടിലെ മനുഷ്യരുടെ ലൈഫിനെ അത്രയധികം സ്വാധീനിച്ച മറ്റൊരു സംഗതി നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയധികം അവരുടെ, ഇപ്പോൾ എവിടെയായിരുന്നാലും അവർ അമേരിക്കയിലായാലും ദുബായിലായാലും ആ സമയമാകുമ്പോൾ അവർ ടിക്കറ്റ് എടുത്ത് വന്നിരിക്കും, തെയ്യം കൂടാൻ വേണ്ടി വന്നിരിക്കും. അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ണൂരുകാർക്ക് അതറിയാലോ, നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആ അർത്ഥത്തിൽ നിങ്ങളൊക്കെ ക്ഷണിക്കുന്നുണ്ടാവും. പല ആളുകളും ഇപ്പോൾ തെയ്യം കാണാൻ വേണ്ടി അവരെ നാട്ടിലേക്ക്, വില്ലേജിലേക്ക്. ആരും കണ്ടിട്ടില്ലെങ്കിൽ എന്തായാലും കണ്ണൂരുകാർ മസ്റ്റായിട്ടും ഏതെങ്കിലും ഒരു തെയ്യം നിർമ്മാണം അവർ കണ്ടിരിക്കുകയും അവരുടെ ആ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യണം. ആ ഒരു വലിയൊരു സെലിബ്രേഷനാണ്. ഈ അടുത്ത് ഒരു ന്യൂസ് കണ്ടതാണ്, ഈ തെയ്യം നടക്കുന്ന ഇടത്ത് ഒരു വ്ളോഗർ കാരണം ഒരു പ്രോബ്ലം ഉണ്ടാവുകയും അത് കാരണം ഫോട്ടോഗ്രാഫിയും വീഡിയോഗ്രാഫിയും നിർത്തി എന്നുള്ളത്. അപ്പം ഇതുപോലെ നമ്മുടെ കൾച്ചറിനെയും അതുപോലെ തന്നെ റിച്വൽസിനെയും ഒരുപാട് ആൾക്കാർ ഡിസ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് എന്താണ് നിങ്ങൾക്ക് വളരെ ഒരു റെസ്പോൺസിബിളായ ഒരു ചോദ്യമാണ്. കാരണം നമ്മളുൾപ്പെടെ ഈ തെയ്യം ആളുകളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളൊരു ഹെറിറ്റേജ് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഗസ്റ്റുകൾ ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, അവരെ കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ പക്ഷേ അതിൽ നിന്ന് ഇപ്പോൾ സിറ്റി ഹെറിറ്റേജിന് വളരെ അഭിമാനത്തോടു കൂടി ആ വിഷയത്തിൽ പറയാൻ കഴിയും. അത് ഇങ്ങനെയാണ്, നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഒരുപാട് തെയ്യം നടക്കുന്ന സമയത്ത് തെയ്യം കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ടായിരുന്നു, എപ്പോഴും സജീവമാണ്. അപ്പോൾ അവരൊക്കെ വളരെ ഓർഗനൈസ്ഡായി ഈ വരുന്ന അതിഥികളോട് ഇതെന്താണ്, തെയ്യം എന്താണ്, തെയ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു കലയല്ല, അത് ഇവിടുത്തെ ആരാധനയാണ്, അത് ഇവിടുത്തെ മനുഷ്യന്മാർ ഒരു വർഷത്തോളം കാത്തിരുന്ന് കിട്ടുന്ന ഒരു ദിവസമാണ്. അവർ ആ ഗ്രാമത്തിലുള്ള ആളുകൾ അതിനു വേണ്ടി ഒരു വർഷം കാത്തിരിക്കുകയാണല്ലോ, കാരണം അടുത്ത വർഷം ഇനി ഉണ്ടാവും. അപ്പോൾ അത്രത്തോളം പവിത്രമായി അവർ കാണുന്ന ഒരു സംഗതിയിലേക്ക് നിങ്ങളെ ഒരു ഔട്ട്സൈഡറെ നമ്മൾ കൂട്ടി പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ഡിസ്ട്രക്ട് ചെയ്യുന്ന, അവരുടെ ഈ ചടങ്ങുകളെ ഒന്നും മാനിക്കാതെയുള്ള പെരുമാറ്റങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ശബ്ദങ്ങളോ അങ്ങനെയുള്ള ആക്ഷനുകളോ ഒന്നും നമ്മളെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ ആ പാലിക്കേണ്ട ദൂരം പാലിച്ചുകൊണ്ട് എന്നാൽ അവരുടെ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കാളികളാവുന്നു. അവരുടെ ആ ഒരു നാട്ടിൻ്റെ ഒരു നാട്ടുത്സവം എന്നൊക്കെ പറയാമല്ലോ, അതിൻ്റെ ഭാഗമായി നമ്മളും കൂടി പങ്കാളികളാവും. അവർക്ക് വളരെ സന്തോഷമേ ഉള്ളൂ. അവർ നമുക്ക് വേണമെങ്കിൽ അതിനുള്ള സദ്യയും ഭക്ഷണങ്ങളൊക്കെ നമുക്ക് അവർ ഒരുക്കി തരും സൗജന്യമായി. പക്ഷേ അവരെ വിഷമിപ്പിച്ചുകൊണ്ടാവരുത്. ഇപ്പം ഈ അടുത്ത കാലത്ത് അൺഫോർച്ചുനേറ്റ്ലി ഈ റീലുകളും അതുപോലെ തന്നെ ഈ ബ്ലോഗുകളും ഒക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇത് വ്യാപകമായപ്പോൾ അത് ഭയങ്കരമായി പല സ്ഥലത്തും പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതിൽ നമ്മുടെ പ്രത്യേകിച്ച് ടൂറിസം മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ഉത്തരവാദിത്തമുണ്ട്, വളരെ കൃത്യമായി അത് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൽ എനിക്ക് പേഴ്സണലായിട്ട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ടൂറിസം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും ഗസ്റ്റിനെ കണ്ണൂരിൽ കൊണ്ടുവരികയും അവരെ നമ്മളെ കണ്ണൂരിലുള്ള ഫോക്ലോർ അക്കാഡമിയിലുള്ള തെയ്യം മ്യൂസിയം അത് കാണിക്കുകയും തെയ്യം എന്താണെന്ന് കൃത്യമായി എഡ്യൂക്കേറ്റ് ചെയ്ത് പിന്നീട് പകൽ സമയത്ത് ഈ തെയ്യം നടക്കുന്ന അമ്പലത്തിൽ തലേന്ന് പകൽ സമയത്ത് പോയി ആ സ്ഥലമൊക്കെ കണ്ട് മനസ്സിലാക്കി തെയ്യം നടക്കുമ്പോൾ രാത്രി കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. അതല്ലാതെ നിങ്ങൾ വളരെ ഷോർട്ട് ടൈമായിട്ട് തെയ്യം ടൂർ പോലുള്ള കാര്യങ്ങളൊക്കെ ഹറിബറി ആയിട്ട് ചെയ്യുമ്പോൾ
ആ നാട്ടുകാരുടെ സെൻറ്റിമെൻറ്റ്സിനെ പിന്നെ പരിഗണിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തീരെ ഗൈഡഡ് അല്ലാത്ത ഇത്തരം ഗ്രൂപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർ മൊത്തം ടൂറിസം ഫ്രട്ടേണിക്ക് എതിരാവുകയാണ് ചെയ്യുക അവിടുത്തെ കമ്മിറ്റി. അപ്പോൾ നമ്മൾ പക്ഷെ അതിൽ വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും, നമ്മൾ പലപ്പോഴും വളരെ സമയമെടുത്തുകൊണ്ടാണ് ഈ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആളുകളെ കൊണ്ടുവന്ന ആളുകളെ എന്താണ് തെയ്യമെന്നും ഇനിയിപ്പോൾ ഏതാണോ തെയ്യത്തിന് പോകുന്ന ആ തെയ്യത്തിൻ്റെ കഥയും കൂടി അവർക്ക് മനസ്സിലായി, അതിൻ്റെ ഒരു പ്രാധാന്യം കൂടി മനസ്സിലാക്കി കൊടുത്തിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. അത് എല്ലാവരും അവരവർ പാലിക്കേണ്ട ഒരു എന്താ പറയുക ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇപ്പം ടൂറിസം മേഖലയിൽ നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ ഈ മലബാർ റീജിയനെ എപ്പോഴും ഒന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒരു അവസ്ഥ. അങ്ങനെ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? തുടക്കത്തിൽ ഇങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അതെനിക്കൊന്ന് ഇതിലിറങ്ങി ഡീപ്പായിട്ട് പോയപ്പോൾ ആ തെറ്റിദ്ധാരണ മാറി. മലബാറിനെ മാറ്റി നിർത്തുന്നതല്ല, മലബാർ മാറി നിൽക്കുകയാണ് എന്ന് പറയുന്നത് ശരി. അതായത് ഈ ടൂറിസം വളരണമെങ്കിൽ, ടൂറിസം ഇവിടെ എൻഹാൻസ് ചെയ്യപ്പെടണമെങ്കിൽ ഇവിടുത്തെ ഇക്കോസിസ്റ്റം ടൂറിസത്തിന് ഗുണകരമായ രീതിയിലുള്ളതാണ്. മലബാറിനെ മാറ്റി നിർത്താം, കാരണം മലബാർ ടൂറിസത്തിൽ ഇപ്പോൾ ഭയങ്കര ഉഷാറാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ കണ്ണൂർ അങ്ങനെയല്ല. കാരണം കാസർഗോഡ് മലബാറിലാണ്, വയനാട് മലബാറിലാണ്, കോഴിക്കോട് മലബാറിലാണ്. ഈ 3 സ്ഥലത്തും നിങ്ങൾക്ക് വലിയ വളർച്ച കാണാൻ കഴിയും. എൻ്റെ ഓഫീസ് തന്നെ കോഴിക്കോടാണ്. അപ്പോൾ ഇപ്പോൾ ബേക്കൽ, കാസർഗോഡ് ബേക്കൽ എന്ന് പറയുന്നത് 4ഓളം 5 സ്റ്റാർ പ്രോപ്പർട്ടികളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. വലിയ വളർച്ചയാണ് ആ പഞ്ചായത്തിനും ആ നാട്ടിനൊക്കെ ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഞാൻ പറഞ്ഞു, കോഴിക്കോട് ഒരുപാട് പുതിയ പ്രോജക്റ്റുകൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്, പുതിയത് ഇനിയും വരാനുണ്ട്. ഇതിലൂടെയൊക്കെ അവിടെ വലിയ കുതിപ്പ് ടൂറിസം രംഗത്ത് അല്ലെങ്കിൽ ടൂറിസ്റ്റുകളുടെ വരവിൽ ഉണ്ടാവുന്നുണ്ട്. വയനാട്ടിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല, കാരണം എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനേക്കാളും നല്ലത് എല്ലാവർക്കും അറിയാം, ബിക്കേം എ ഡെസ്റ്റിനേഷൻ ഓൾറെഡി. ഇതൊക്കെ മലബാറിലാണല്ലോ. അപ്പോൾ മലബാറിലല്ല പ്രശ്നം ഞാനും ഫാത്തിമയൊക്കെയുള്ള കണ്ണൂരിലാണ് പ്രശ്നം. അപ്പോൾ കണ്ണൂരിൽ എന്തുകൊണ്ട് പ്രശ്നം സംഭവിക്കുന്നത് വെച്ചാൽ, കണ്ണൂരിൽ വലിയ പ്രോപ്പർട്ടികൾ ഇല്ല, റൂംസ് ഇല്ല. ഓർഗനൈസ്ഡ് വേയിൽ ടൂറിസം നടക്കണമെങ്കിൽ, ഇപ്പോൾ ഞാനൊരു ടൂർ ഓർഗനൈസറാണ്, ഫാത്തിമ ടൂർ ഓർഗനൈസറാണ്. അപ്പോൾ നമ്മൾ ഓർഗനൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഇവിടെ ഇൻവെൻട്രീസ് വേണം, റൂംസ് വേണം. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ ഉള്ള എല്ലാ ഹോട്ടലുകളും ഓൾറെഡി ശനിയും ഞായറും സോൾഡ് ഔട്ടാണ്. സീസണുകളിൽ നോക്കിയേ വേണ്ട, റൂംസ് കിട്ടൂല. അപ്പോൾ ഒരു ഓർഗനൈസർക്ക് ബുദ്ധിമുട്ടുള്ള ഇടമാണ് എന്ത് കണ്ണൂർ എന്ന് പറയുന്നത്. വലിയ ഗ്രൂപ്പുകളെ കൊണ്ടുവരാൻ ഇപ്പോൾ കണ്ണൂരിൻ്റെ ഈ റൂംസിൻ്റെ അവൈലബിലിറ്റി പ്രശ്നമാണ്. അപ്പോൾ കണ്ണൂർ ടൂറിസത്തിൽ അവഗണിക്കപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അത് സർക്കാരുമായി ബന്ധപ്പെട്ടൊരു സംഗതിയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഞാൻ മനസ്സിലാക്കുന്നത് കണ്ണൂരുകാർ ഒരു തീരുമാനം എടുക്കണം എന്നുള്ളതാണ്. അതായത് പോയിന്റിലേക്ക് എത്താൻ വേണ്ടി തന്നെയായിരുന്നു ഈ ചോദ്യം. കാരണം ഇപ്പൊ താജ് പോലുള്ളതൊക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ട്, കാസർഗോഡ് ഉണ്ട്. ഇപ്പൊ തെക്കൻ കേരളത്തിൽ, സൗത്ത് കേരളത്തിൽ എന്തുകൊണ്ട് ടൂറിസം ഇത്രയധികം വിപുലമായി എന്ന് ചോദിച്ചാൽ അവിടെയുള്ള ആളുകൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ നല്ല റൂംസ് ഒരുപാട് വന്നു, നല്ല പ്രോപ്പർട്ടീസ് വന്നു. സ്വാഭാവികമായിട്ട് ഈ വർഷം 500 ഗ്രൂപ്പ് വരുന്ന അടുത്ത പോലെ 1000 ഗ്രൂപ്പ് വരാനുള്ള ടെൻഡൻസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ് അല്ലേ. ഇവിടെ പൊട്ടൻഷ്യൽ മാത്രം ഉണ്ടായാൽ പോരാ. കണ്ണൂരിൽ നമ്മൾ പറയും ഭയങ്കര പൊട്ടൻഷ്യലാണ്, മാപ്പിള കളിനിറിയുടെ ഹബ്ബാണ്. തെയ്യം എന്ന് പറയുന്ന ലോകത്തെ സകല ഫോട്ടോഗ്രാഫർമാരും വരുന്നൊരു പ്രോജക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് വൈവിധ്യങ്ങളുണ്ട്. ചില ആളുകൾ പറയും കണ്ണൂർ എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് കാർബൺ കൺസ്യൂം ചെയ്തുകൊണ്ട് എല്ലാ ഡൈവേഴ്സിറ്റിയും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന എയർപോർട്ടാണ്. അങ്ങനെയൊക്കെ പറയുമെങ്കിലും കണ്ണൂരേക്ക് ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ടൂർ ഗ്രൂപ്പിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ട് മാറ്റേണ്ടത് നമ്മളാണ്. കണ്ണൂരിലുള്ള എൻ്റെയും നിങ്ങളുടെയും ഈ കാണുന്ന എല്ലാവരുടെയും ഉത്തരവാദിത്തം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ടൂറിസം ഇൻഡസ്ട്രിയിൽ ഞാൻ വളരെ ചെറിയൊരാളാണ്, ഞാൻ വളരെ കുറച്ച് വർഷങ്ങൾ മാത്രമായിട്ട്. പക്ഷെ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഞാൻ എൻ്റെ ഫുൾ ഹാർട്ടഡ് സപ്പോർട്ട് ഞാൻ നൽകാറുണ്ട്. അതിൽ ഞാൻ അവരുടെ പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ടോ കാര്യങ്ങളോ ഒന്നും നോക്കാറില്ല. അവർ സൗത്തിൽ നിന്നാണോ നോർത്തിൽ നിന്നാണോ ഒന്നും ഞാൻ നോക്കാറില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലായിടത്തും നല്ല ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെയും കണ്ണൂരിലേക്ക് ടൂർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരും ചെയ്യുന്നവരും ഒക്കെയാണ്. ചില ആളുകൾ ഇപ്പം ചെയ്തു തുടങ്ങിയിട്ടില്ല, പക്ഷെ അവരൊക്കെ നമ്മളെ ബന്ധപ്പെടാറുണ്ട്. പക്ഷെ നമ്മളെ ഫുൾ ഹാർട്ടഡ്, നമ്മൾ വളരെ കൃത്യമായി പറയും അവരോട്. കാരണം കണ്ണൂരിൽ എന്തുകൊണ്ടാണ് ടാക്സി ചാർജ് ഇത്ര വർദ്ധിക്കുന്നത്? കണ്ണൂരിൽ എന്തുകൊണ്ടാണ് റൂം ഇത്ര വലിയ താരിഫിൽ വിൽക്കുന്നത്? കാരണം കണ്ണൂരിൽ റൂം ഇല്ലാത്തത് കൊണ്ടാണ്.
അപ്പോൾ അവരൊരിക്കലും ഒരു കൊച്ചിയിലോ ആലപ്പുഴയിലോ ടൂർ പാക്കേജ് ചെയ്യുന്ന പോലെ ഇവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അവർക്ക് കോസ്റ്റ് മാച്ച് ആവുന്നില്ല. അപ്പോൾ അവർക്ക് എന്താ ഇങ്ങനെ ചെയ്യാതെ അവിടുത്തെ ടാക്സിക്ക് ഇത്ര ചാർജ്, അവിടുത്തെ റൂംസിന് ഇതെന്താ 5 സ്റ്റാർ ഹോട്ടലാണോ? കാരണം കൊച്ചിയിൽ 5 സ്റ്റാർ ഹോട്ടൽ കിട്ടും അതിനേക്കാൾ ചെറിയ പൈസക്ക്, ഇവിടെ കിട്ടൂല. കാരണം ഇവിടെ ഡിമാൻഡ് ഉണ്ട്, റൂംസില്ല. അപ്പോൾ ഇങ്ങനെ ഒരു ക്ലാഷ് വരുന്നുണ്ട്. ഈ ഫ്രട്ടേണിറ്റി ഈ ഒരു ഇൻഡസ്ട്രിയിൽ സജീവമായതിനു ശേഷമാണ് എനിക്ക് മനസ്സിലായത് നമ്മുടെ പ്രശ്നമാണ്. നമ്മൾ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്ത് നല്ല റൂംസും പ്രോപ്പർട്ടീസും തീർച്ചയായും വിജയിക്കും, ആർക്കും സംശയമൊന്നും വേണ്ട. അതിൻ്റെ ബാക്കി എന്തെങ്കിലും കൂടുതൽ കൺസൾട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് ബന്ധപ്പെടാം, നമ്മൾ കൺസൾട്ട് ചെയ്യാനും തയ്യാറാണ്. നമുക്കിത് എൻഡ് ചെയ്യാം. പക്ഷെ ഇത് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഷിയാദ്ക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഭയങ്കര ഒരു ഫുഡി ആയിരുന്നു എന്നുള്ളത് നമ്മൾ പേഴ്സണലി കണ്ട സമയത്ത്. അപ്പം കണ്ണൂരിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ആണല്ലേ, ഒരു പുറത്തുനിന്ന് ആൾക്കാർ വന്നാൽ പോലും അല്ലെങ്കിൽ നമ്മുടെ അകത്തുള്ള ആൾക്കാർ തന്നെ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഫുഡ് നമുക്ക് മുന്നിൽ വെക്കാന്നുള്ളത്. അപ്പം ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ എന്താണ് കണ്ണൂരിലെ വിഭവങ്ങൾ, ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം എന്താണ്, അല്ലെങ്കിൽ കണ്ണൂർ വിഭവങ്ങൾ? ഈ കണ്ണൂർ എന്തുകൊണ്ട് ഇങ്ങനെ ഫുഡിൽ ഭയങ്കരമായിട്ട് ഫ്ലറിഷായി എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഫുഡിലേക്ക് വരുന്നതിന് മുമ്പ് ഈ നമ്മളെ ഫാമിലി സിസ്റ്റം പറയേണ്ടത്. കാരണം നമ്മൾ മാട്രിലിനിയൽ സിസ്റ്റമാണ്, അതായത് നമ്മൾ മാതൃദായകത്വ രീതിയാണ് നമ്മൾ തുടരുന്നത് അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞാൽ പെൺകുട്ടി വീട്ടിൽ തന്നെ ഉണ്ടാവും, ആൺകുട്ടി വേറൊരു വീട്ടിൽ നിന്ന് ആ വീട്ടിലേക്ക് വരുന്നതായിരിക്കും അല്ലേ. കല്യാണം കഴിഞ്ഞാൽ മണവാളൻ മണവാട്ടിയുടെ വീട്ടിലേക്ക്, നമ്മളെ സിറ്റിയിലെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പീറ്റാറുടെ വീട്ടിലേക്ക് പുയ്യാപ്പിള വരികയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ഒരു കൾച്ചറിൽ പിന്നെ അത് മാത്രമല്ല, ഈ പുയ്യാപ്പിള വന്നു കഴിഞ്ഞാൽ പുയ്യാപ്പിള ഇമ്പ്രസ് ചെയ്യണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ആദ്യത്തെ 40 ദിവസത്തെ പിന്നെ ഭക്ഷണ രീതികൾ അല്ലെങ്കിൽ എപ്പോൾ തന്നെ നിരന്തരമായി അദ്ദേഹം ഈ പുതിയാപ്പിളക്ക് കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ഉണ്ട്, ഭക്ഷണ വൈവിധ്യങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുക. വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നും ഇല്ലല്ലോ നമുക്ക്. നമ്മളെ ഈ കമ്മ്യൂണിറ്റിയിൽ വേറെ എൻ്റർടൈൻമെൻ്റ് ഒന്നുമില്ല. നമ്മളെ എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ഫുഡാണ്. എല്ലാവരും കൂടിയിട്ട് നല്ല ബിരിയാണി ഉണ്ടാക്കുക, നല്ല വിഭവങ്ങൾ ഉണ്ടാക്കുക, നല്ല പിന്നെ എന്താ പറയുക പാലൂത ഉണ്ടാക്കുക, കുടിക്കുക, തിന്നുക എന്നുള്ളതാണ്. മുട്ടമാൻ ഉണ്ടാക്കുക, അൽസ് ഉണ്ടാക്കുക. അപ്പോൾ ഈ ഒരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മളൊരു ഫാമിലി സിസ്റ്റവും ഈ സംസ്കാരവും ഇത് തന്നെയാണ് നമ്മളെ വളരെയധികം സഹായിച്ചിട്ടുള്ളത്. അല്ലാതെ വേറെ എക്സ്റ്റേണൽ ആയിട്ടുള്ള വേറെ റീസൺസ് ഒന്നും ഈ ഫുഡിൻ്റെ കാര്യത്തിലില്ല. കാരണം എല്ലായിടത്തുനിന്നും കിട്ടുന്ന വിഭവങ്ങൾ തന്നെയാണ് കണ്ണൂരും കിട്ടുന്നത്. കണ്ണൂരുകാർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു സോസ് ഫുഡിൻ്റെ കാര്യത്തിലൊന്നുമില്ല. എല്ലാവർക്കും ഉള്ള മാർക്കറ്റ് തന്നെയാണ്. നമ്മളെല്ലാവരും കേരളത്തിലെ എല്ലാ മാർക്കറ്റിലും പോയാൽ കിട്ടുന്ന സാധനം തന്നെയാണ് കണ്ണൂരിലും കിട്ടുക. ചില ആളുകളൊക്കെ പറയും കുറേ അധികം വെറൈറ്റി ഓഫ് അരിയൊക്കെ കിട്ടുന്ന മാർക്കറ്റാണ് കണ്ണൂർ. കാരണം അരി ഇത് കൊണ്ടുവരുന്നത് ആന്ധ്രയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒറീസയിൽ നിന്നൊക്കെ ആയിരിക്കും, ആ ഭാഗത്തു നിന്നായിരിക്കും വരുന്നുണ്ടാവും. പക്ഷേ ഇത് എല്ലാവർക്കും ഉള്ള മാർക്കറ്റാണ്. പക്ഷേ ഈ കിട്ടുന്ന വിഭവങ്ങൾ വെച്ച് മാക്സിമം ഡൈവേഴ്സ് ആയിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള പാചകങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത് ഇവിടെയാണ്. കാരണം ഇവിടെ മോളെ വീട്ടിലാണ് പുയ്യാപ്പിളുള്ളത്. ഈ ഒരു വ്യത്യാസം ഭയങ്കര അത് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ, ഇപ്പം രാത്രിയായി, ഇപ്പോൾ കണ്ണൂരിലൊരു പുയ്യാപ്പിള ഓൻ്റെ മണവാട്ടിനെയും കൂട്ടിയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ പിന്നെ ഈ വൈഫിൻ്റെ ഉമ്മയായിരിക്കും ഉണ്ടാവുക അല്ലേ, വൈഫിൻ്റെ വീട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ വൈഫിൻ്റെ ഉമ്മാനോട് ഈ പുയ്യാപ്പിള പറയും, ഉമ്മ ഞാനും ഇവളും കൂടി പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാം അല്ലേ. അപ്പോൾ സ്വാഭാവികവും ഇതേ സിറ്റുവേഷൻ, ഇതേ ചോദ്യം കണ്ണൂരിന് പുറത്തുള്ള ഒരു സ്ഥലത്താണ് സംഭവിക്കുന്നതെങ്കിലോ ഈ മണവാളൻ്റെ ഉമ്മയായിരിക്കും വീട്ടിലുണ്ടാവുക. അതായത് പുയ്യാപ്പിളിൻ്റെ വീട്ടിലായിരിക്കും, പെണ്ണ് അവിടുത്തെ അതിഥിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഓൻ്റെ ഉമ്മാനോട് പറയുന്നത്, ഉമ്മ ഞാനും എൻ്റെ ഓളും കൂടി പുറത്തുനിന്ന് ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരും. അപ്പോൾ ഉമ്മ ഉടനെ പറയും എനിക്കും കൂടി പാർസൽ വാങ്ങിക്കുമെന്ന് പറയും. പക്ഷേ കണ്ണൂരിൽ എന്താ സിറ്റുവേഷൻ, ഈ പെണ്ണിൻ്റെ ഉമ്മയാണുള്ളത്. അപ്പോൾ ഉമ്മ ഞാനും ഇവളും കൂടി ഇന്ന് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാമെന്ന് പറയുമ്പോൾ ഉമ്മ വിചാരിക്കാം പുയ്യാപ്പിളക്ക് എൻ്റെ ഫുഡ് പറ്റുന്നില്ലോളി, എൻ്റെ ഫുഡൊന്നും പറ്റുന്നില്ലേ, എന്ത് പറ്റും, ആ ഒരു രണ്ടും ഒരേ ചോദ്യമാണ്. വളരെ സത്യമാണ്. അപ്പൊ ഈ ഒരു കൾച്ചറിന്റെ അകത്ത് ജീവിക്കുന്നതുകൊണ്ട് പിന്നെ ആ പുയ്യാപ്പിള പുറത്ത് നിൽക്കൂല കേട്ടോ, അത് ലാസ്റ്റ് കഴിക്കലേ. പിന്നെ അതിനുശേഷം പുയ്യാപ്പിള എവിടെ പോയാലും പറയും എടാ കുറച്ച് മതിയാ, എൻ്റെ അമ്മായിമ്മ കാത്തു, എൻ്റെ ഉമ്മ കാത്തു. കാരണം വെച്ചാൽ അപ്പൊ ഈ ഒരു ഹോസ്പിറ്റാലിറ്റി, ഈ ഒരു കണക്ഷൻ, ഈ ഒരു ലോക്ക് കണ്ണൂരുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫുഡ്. നല്ല ഫുഡ് മാത്രം കഴിച്ചിട്ടാണ് നമ്മൾ വളരുന്നത്. നമ്മുടെ വീട്ടിൽ വളരെ നല്ല ഫുഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ നമുക്ക് പിന്നെ പുറത്തുനിന്ന് പോയിട്ട് റെസ്റ്റോറൻറ്റിലോ അല്ലെങ്കിൽ വേറെ എവിടെയും പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ടേസ്റ്റ് അവരെ ബീറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ അർത്ഥത്തിൽ കണ്ണൂരുകാരുടെ ഫാമിലി സിസ്റ്റമാണ് കണ്ണൂരിലെ ഈ ഫുഡിൻ്റെ ഒരു വലിയ സ്വാധീനത്തിൻ്റെ കാരണം. സിറ്റി ഹെറിറ്റേജ് കണ്ണൂരിലെ ഈ മാപ്പിള കള്ളിനറി അത്രയധികം
പ്രൊമോട്ട് ചെയ്യുന്നുമുണ്ട്. നമ്മളെ അതിഥികളോട്, നമ്മുടെ ഇന്ത്യയിലേക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നൊക്കെയുള്ള ആളുകളോട് നമ്മൾ ആദ്യം പറയുന്നത്, നമ്മുടെ പ്രൊഡക്റ്റ് ലിസ്റ്റിലെ ഫസ്റ്റത്തെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാപ്പിള കളിനറിയാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ USP ആണ്. നമ്മൾ തുടങ്ങിയത് കണ്ണൂരായതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യത്തിൽ ലോകത്തിന് മുമ്പിൽ വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു USPകളിലൊന്ന് ഈ ഇവിടുത്തെ മാപ്പിള കളിനറി തന്നെയാണ്. ഓക്കെ, അപ്പം നമുക്കിത് എൻഡ് ചെയ്യുന്നതിന് മുന്നേ എന്താണ് നമ്മുടെ യൂത്തിനോട് ഇപ്പം അല്ലെ, നമ്മൾ ഫ്ലറിഷ് ആവണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിനെ കുറിച്ച് നാലാൾ അറിയണമെങ്കിൽ പണ്ടത്തെ ആൾക്കാർ മാത്രം കഥ പറഞ്ഞാൽ പോരെ, ഇനി വരുന്ന ആൾക്കാർക്കും ആ കഥകൾ അറിയണം. അപ്പൊ എന്താണ് നമ്മുടെ യൂത്തിനോട് പറയാനുള്ളത്? യൂത്തിനോട് പറയാനുള്ളത്, എല്ലാവരോടും പറയാനുള്ളത്, യൂത്തിനോട് മാത്രമല്ല, ഇത് വലിയ ആളുകളോടും പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളോട് പറയണം. കാരണം പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, ഇപ്പോൾ ഒരുപാട് ടെക്നോളജി ഉണ്ട്. അപ്പോൾ ഞാനത് പറയാൻ കാരണം വളരെ സങ്കടത്തോടുകൂടി പറയാണ്. എൻ്റെ നാട്ടിൽ ഒരു 100 ചില്ലാനം വയസ്സുള്ള, ഏകദേശം 120ഓളം വയസ്സുള്ള ഒരു സ്ത്രീ മരണപ്പെട്ടു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ ഉമ്മാമയായിരുന്നു, അല്ലെങ്കിൽ ഉമ്മാമാൻ്റെ ഉമ്മ, അങ്ങനെ എന്തോ ആണ്. ഇത് മരിച്ചതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. അങ്ങനെ ഉണ്ടല്ലോ, ഒരു പ്രായ സ്ത്രീയാണ് വീട്ടിലപ്പോൾ. പക്ഷെ എനിക്ക് ഭയങ്കര 2-3 ദിവസം ശരിക്കും ഉറക്കിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അവർ ആ ജീവനുള്ള സമയത്ത് ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് പലതും ചോദിക്കാനും പറയാനൊക്കെ പറ്റുമായിരുന്നു. എന്ന് മാത്രമല്ല അവർ മരണം വരെ അത്യാവശ്യം സംസാരിച്ചൊരു സ്ത്രീയായിരുന്നു. ഓർമ്മ പോവുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അപ്പോൾ എനിക്ക് ഈ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയാനുള്ളത് യൂത്തിനോട് മാത്രമല്ല, ഇവിടുത്തെ സീനിയറായിട്ടുള്ള ആളുകളോട്, നിങ്ങൾ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർമ്മകൾ, പഴയ കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് പറയണം. ഇനി യൂത്തിനോട് പറയാനുള്ളത്, നിങ്ങളിത് കേൾക്കണം എന്നുള്ളതാണ്. ആദ്യം നിങ്ങൾ കേൾക്കണം. കാരണം എനിക്കിപ്പോൾ ഇത്രയും എനർജിയിൽ കഥ പറയാൻ പറ്റുന്നതിൻ്റെ ഒരു കാരണം, ഞാൻ വളരെ ചെറുപ്പത്തിൽ നന്നായിട്ട് കുറേ കഥ കേൾക്കാൻ ഭാഗ്യമുണ്ടായി. ഇപ്പം എൻ്റെ ഉമ്മാമാൻ്റെ അനിയൻ മരിച്ചുപോയി, എല്ലാവരും കാലും വായിക്കാന്ന് വിളിക്കുക, ഉമ്പു ഒരുപാട് കഥകൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ ഉപ്പൂമ്മ, നമ്മുടെ ഉപ്പാൻ്റെ ഉമ്മ. അപ്പോൾ ആ ഉപ്പൂമാൻ്റെ വീട്ടിലുള്ള ആളുകൾ, അതായത് എൻ്റെ ഉപ്പാൻ്റെ മൂത്ത 2 ഇത്താത്തമാർ, അതിൽ തന്നെ മൂത്ത ആൾ ഭയങ്കരമായിട്ട് കഥ പറയുന്ന ആളുകൾ, അവരൊന്നും ഇപ്പോൾ നമ്മളിപ്പോൾ ഇല്ല. അതുപോലെ തന്നെ നമ്മൾ ഉമ്മാമാൻ്റെ സഹോദരിമാർ, അതിൽ ഒരാളിപ്പോൾ ജീവിച്ചിരിക്കൊണ്ട് വേറെ ആൾ പോയി. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെക്കുക. അപ്പോൾ ഇതൊക്കെ കേൾക്കാൻ, അതുപോലെ തന്നെ എൻ്റെ ഈ ഉമ്പൂൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഉമ്പൂൻ്റെ കടയുമായി ബന്ധപ്പെട്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും. ഉമ്പൂൻ്റെ കടയിൽ വന്നിരിക്കുന്ന കുറേ പ്രായമുള്ള ആളുകൾ, അവരൊക്കെ അവരുടെ കുറേ ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ചെറുപ്പത്തിൽ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് കഥകൾ കേൾക്കുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ഒബ്വിയസ്ലി നിങ്ങൾ അങ്ങനെ കേൾക്കുകയാണെങ്കിൽ പിന്നെ കുറേ വായിക്കും വേണം. അപ്പോൾ വായനയും ഈ കേൾവിയും ഉണ്ടെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പറയുന്ന ആളുകളായി മാറും. അതിന് പ്രത്യേകിച്ച് വേറെ ട്രെയിനിങ് ഒന്നും ആവശ്യമില്ല. ഒന്ന് നന്നായിട്ട് കേൾക്കുക വേണം, വായിക്കും വേണം, പിന്നെ നിങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് പറയും. പിന്നെ കാരണം വെച്ചാൽ നമുക്ക് ബേസിക്കലായിട്ട് വേണ്ടത്, നമ്മൾ വളരെയധികം ഡൈവേഴ്സിറ്റിയുള്ള ഒരു നാട്ടിലാണ്. ഈ ഡൈവേഴ്സിറ്റിയെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും പരസ്പരം ആദരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊന്നും വേണ്ട. ആ ക്വാളിറ്റി നമ്മൾ ബിൽഡ് ചെയ്തെടുക്കുക. ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കേൾക്കുക. എക്സാക്ട്ലി ഈ ഒരു ക്വാളിറ്റി എനിക്ക് യൂത്തിനോട് പറയാനുള്ളതാണ്. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനമാണ് നമ്മുടെ നാട്ടിലെ ഡൈവേഴ്സിറ്റികളെ നമ്മൾ അറിയാമെന്നുള്ളത്. നമ്മളിലേക്ക് ചുരുങ്ങാതെ നമ്മളെ മറ്റുള്ള ചുറ്റുപാടുകളിലുള്ള ആളുകളെ അറിയാനും അവരെ കേൾക്കാനും അവരെ മനസ്സിലാക്കാനും അതിനെ ആസ്വദിക്കാനും ഒക്കെ ഉള്ളൊരു അങ്ങനെ ഉണ്ടല്ലോ, ആ ഒരു ക്യാപ്പബിലിറ്റി. ഇതാണ് എൻ്റെ മെസ്സേജ് സത്യം പറഞ്ഞാൽ. കാരണം എനിക്കില്ലാത്തൊരു ക്വാളിറ്റി ഞാൻ ബാക്കിയുള്ളവരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എനിക്ക് ധൈര്യത്തിൽ പറയാൻ പറ്റുന്നൊരു സംഗതി അതാണ്. ആ അർത്ഥത്തിൽ എന്തായാലും ഈ ഒരു അവസരത്തിന് നന്ദി. ഇനിയും നമുക്ക് സംസാരിക്കാം. താങ്ക് യു സോ മച്ച് ഫോർ യുവർ എനർജി ആൻഡ് ടൈം. ആക്ച്വലി ഇറ്റ് വാസ് വെരി ഇൻസ്പയറിങ്. കാരണം ഒരു തലശ്ശേരി തൊട്ട് പയ്യന്നൂർ വരെ ഒരു ആള് കഥ പറയുക എന്ന് പറയുന്നത് നമ്മളിൽ പല ആൾക്കാർക്കും അറിയില്ല. കണ്ണൂരായിട്ട് പോലും പല കാര്യങ്ങളും നമുക്കറിയില്ല. നമ്മൾ അറിയാൻ ശ്രമിക്കുന്നില്ല എന്ന് പറയുന്നതായിരിക്കും, അല്ലാണ്ട് അറിയില്ല എന്ന് പറയുന്നതിൽ ഇവർ അറിയാൻ നമ്മൾ ശ്രമിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. ഇനിയും ഒരുപാട് കൂടിക്കാഴ്ചകൾ നമുക്ക് നടത്താം. താങ്ക് യു സോ മച്ച്.